ഹല്ലേലൂയ. ദൈവാന്തര മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കണ്ണെടുക്കാൻ പ്രാർത്ഥിക്കാം. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഈ വൈകുന്നേര സമയം ഒരുമിച്ച് വരികയാണ്. കർത്താവ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ കീഴ്പ്പെട്ട് അവിടുത്തെ മാറ്റമില്ലാത്ത ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കുവാൻ കർത്താവെ കൃപ നൽകിയ ആ വലിയ നന്മക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ പഠിച്ച് കഴിഞ്ഞ 21 ദിവസം ഞങ്ങൾ കർത്താവെ പ്രയറുമായി നിന്നപ്പോൾ കർത്താവെ അതെല്ലാം ഞങ്ങൾ വീണ്ടും ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഒരുമിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്, അവിടുത്തെ രാജ്യത്തെയും നീതിയെയും കുറിച്ച് അന്വേഷിപ്പാൻ പറഞ്ഞ കർത്താവ്, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവിടുത്തെ രാജ്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ ആ മാറ്റമില്ലാത്ത ദൈവം വചനം ഗ്രഹിച്ചറിയേണ്ടതിന് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ ഹൃദയങ്ങളും ശാന്തമായി തീരുവാൻ, എല്ലാ ആകുലങ്ങൾ, എല്ലാ ക്ഷീണങ്ങൾ, എല്ലാ ബലഹീനകളൊക്കെ മാറ്റി കർത്താവെ ആ ഉണർവോടുകൂടി തന്നെ, വളരെ വാഞ്ചയോടുകൂടി തന്നെ ഞങ്ങൾക്ക് അങ്ങയുടെ വചനം പഠിപ്പാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളെ നിർമ്മലമാക്കണമേ, ഏകാഗ്രമാക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങൾ നൽകുന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. വഴിയാത്രയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ വേഗത്തിൽ കൂട്ടിവരുത്തണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നീണ്ട ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ ആരംഭിക്കുകയാണ്. എനിക്കും തെറ്റുപറ്റി. 7 എന്ന് വിചാരിച്ച ഞാനിരുന്നത്, പിന്നീട് അറിഞ്ഞത് 7 മണിക്ക് ബൈബിൾ ക്ലാസ് നമ്മുടെ ഇത്. അതുകൊണ്ട് കർത്താവ് നിങ്ങൾ സഹായിക്കട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ദൈവരാജ്യമാണ്. ഏറെ നാളുകളായി നമ്മൾ ദൈവരാജ്യത്തിൻ്റെ 18 ക്ലാസ് നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനുഗ്രഹമായിരുന്നു. നമുക്കറിയാം, നമ്മൾ ആ ദൈവരാജ്യത്തിൽ വീണ്ടും ജനനത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു തുടങ്ങിയത് വീണ്ടും ജനനത്തെക്കുറിച്ചാണ്. ദൈവരാജ്യത്തിൽ വീണ്ടും ജനിക്കുന്നവർക്കുള്ളതാണ് ദൈവരാജ്യവും ദൈവവും സ്വർഗവും, അല്ലേ? ആത്മീയ അനുഗ്രഹങ്ങളും ആത്മീയ കാവലും കരുതലും എല്ലാം എന്തൊക്കെ ദൈവം നമുക്ക് വച്ചിട്ടുണ്ടോ അത് മുഴുവനും ആർക്കുള്ളതാ? ദൈവരാജ്യത്തിനകത്ത് ജനിക്കുന്ന ഒരു കുഞ്ഞിനുള്ളതാ. അല്ലാതെ ലോകത്തിൽ ജീവിക്കുന്നവർക്കല്ല എന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ തന്നെ ഒരു സത്യമുണ്ട്, നമുക്ക് കർത്താവിൻ്റെ അടുക്കൽ വരുന്ന എല്ലാവർക്കും കർത്താവ് നന്മ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, 10 കുഷ്ഠരോഗികൾ വന്നു, 10 പേര് സൗഖ്യമാക്കി, 9 പോയ വഴി പോയി, ഒരാൾ മാത്രം തിരിച്ചു വന്ന് നമുക്ക് ചരിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ നമ്മൾ വന്നാൽ തീർച്ചയായും നമുക്ക് അനുഗ്രഹം കിട്ടും, അവൻ വിശ്വസ്തനായ ദൈവമായ. പക്ഷേ ഒരിക്കലും ആ നന്മകൾ കിട്ടിയത് കൊണ്ടോ അത് പ്രാപിച്ചത് കൊണ്ടോ നമുക്ക് സ്വർഗം കിട്ടത്തില്ല, കിട്ടത്തേയില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ദൈവരാജ്യത്തിനകത്ത് വീണ്ടും ജനനം എന്ന് പറയുന്ന കാര്യത്തിലൂടെയാണ് യഥാർത്ഥമായി നമ്മൾ ഈ രാജ്യത്തിലേക്ക് തന്നെ ജനിച്ചു വീഴുന്നത്. ഇതൊരു ജനനമാണ്. അല്ലാതെ ഇത് നമ്മൾ ചർച്ചിൽ വന്നതുകൊണ്ടോ ചർച്ചിലെ പുസ്തകത്തിൽ പേരെഴുതിയത് കൊണ്ടോ അല്ല ദശാംശം കൊടുത്തത് കൊണ്ടോ ബൈബിൾ ദിവസം വായിച്ചത് കൊണ്ടോ ഒന്നും കിട്ടുന്ന കാര്യമല്ല ഇത്. ഇത് ജനനത്തിലൂടെ ലഭിക്കുന്ന കാര്യമാണ്. ഈ ഭൂമിയിലെ സ്വത്തുക്കൾ, എൻ്റെ അച്ഛൻ്റെ എന്താ പറയുക സ്വത്തുക്കൾ, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അലവൻസൊക്കെ നമുക്ക് കിട്ടുന്നത് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് കൊണ്ടാണ്. ഇന്ത്യയിൽ ഞാൻ ഒരു പൗരനായി ജനിച്ചത് കൊണ്ട് ഇത് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെയാണ് ഈ ദൈവരാജ്യത്തിനകത്ത് നമ്മൾ ജനനത്തിലൂടെയാണ് നമുക്കിതൊക്കെ ലഭിക്കുന്നത്. അല്ലാതെ നമുക്ക് പ്രാർത്ഥന കൊണ്ടോ ഉപവാസം കൊണ്ടോ പിടിച്ചു പറിക്കുന്ന പരിപാടിയല്ല. ഈ ഇനിയുള്ള നന്മകൾ നമുക്ക് കാണാൻ പോകുന്നതൊക്കെ പിടിച്ചു പറിക്കുന്ന പരിപാടിയല്ല. നമ്മളത് ഇനി കാണാൻ പോവുക, ഇന്ന് പഠിച്ചു തുടങ്ങാൻ പോവുകയാണ്. അനേകരും നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങൾ ക്ലെയിം ചെയ്ത് മേടിക്കുക, ക്ലെയിം ചെയ്ത് മേടിക്കുക എന്നൊക്കെ പറയുന്ന അതൊന്നും ഈ സിസ്റ്റമായിട്ട്, ഈ ദൈവരാജ്യത്തിൻ്റെ സിസ്റ്റമായിട്ട് ചേർന്ന് പോകുന്നില്ല ഒരിക്കലും. ഇത് ക്ലെയിം ചെയ്യുകയില്ല. ഇത് ജനനത്തിലൂടെ എനിക്ക് ലഭിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് ജനനത്തിലൂടെ നമുക്ക് ലഭിക്കുക, അല്ലാതെ ക്ലെയിം ചെയ്യുന്ന ദാസന്മാരാണ് ക്ലെയിം ചെയ്യുന്നത്. ക്ലെയിം ചെയ്ത് മേടിക്കുന്നതൊക്കെ ദാസന്മാരാ. നമ്മളൊക്കെ ഈ കുടുംബത്തിൽ ജനിച്ച് ആ കുടുംബത്തിന് അവകാശത്തിന് അംഗമായി തീരുകയാണ് നമ്മളെല്ലാവരും. അല്ലാതെ നമ്മൾ ക്ലെയിം ചെയ്യുന്ന പരിപാടി ഒന്നുമല്ല ക്രിസ്ത്യ ജീവിതം. ഇത് ജനനത്താൽ എനിക്ക് ലഭിച്ചതാണ്. കിട്ടുമെന്നും കൂടെ അല്ലേ, ഇനി കിട്ടാമല്ല, ഓൾറെഡി തന്നിരിക്കുക നമുക്കത്. അത് പ്രാപിച്ചെടുക്കുന്ന കാര്യങ്ങളൊക്കെ അത് പിന്നീട് പഠിക്കും നമ്മൾ അതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ദൈവരാജ്യത്തിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളുണ്ടോ അത് മുഴുവനും ഞാൻ വീണ്ടും ജനനത്തിലൂടെ, അല്ലെങ്കിൽ പുതിയ ജനനത്തിലൂടെ, അല്ലെങ്കിൽ ഉയരത്തിൽ നിന്ന് ജനിക്കുന്നതിലൂടെ, ഏതുമാകട്ടെ, പല രക്ഷിക്കപ്പെടുന്നതിലൂടെ, ഏതാണെങ്കിലും ഈ ജനനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകളാണ് ഇത് വരുന്നത്. അത് കിട്ടുന്നില്ലെങ്കിൽ ഓർത്താൽ മതി, നമ്മുടെ ജനനത്തെ ഒന്ന് നമ്മൾ പരിശോധിച്ച് നോക്കണം എന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ നമ്മൾ ജനിച്ചിട്ടുണ്ടാകാം, പക്ഷേ നമുക്ക് ജനിച്ചാലും നമുക്ക് ബോൺസായി കുഞ്ഞുങ്ങളെ പോലെ, അല്ലേ, ഈ പ്രായ 10-30 വയസ്സായാലും അപ്പാന്ന് പോലും അറിയാത്ത പ്രായം, 10-30 വയസ്സൊക്കെ ഉണ്ടാവും, പക്ഷേ അപ്പനെ കുറിച്ചോ ഒന്നും അറിയാത്ത കുട്ടികൾ നമുക്കറിയാം. അതുപോലെ നമ്മൾ ആയിത്തീരാൻ ഇടയുള്ളത് കൊണ്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുകയാണ്. 2 തരം ജനനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 1 മാസം മുമ്പ് നമുക്ക് കണ്ടതാണ്, അല്ലേ?
എന്തൊക്കെയാ അതൊക്കെ? ഒന്ന് ഭൗതികമായ ഫിസിക്കൽ ബർത്തും സ്പിരിച്വൽ ബർത്ത്, രണ്ട് ജനനങ്ങളാണ് നമുക്കുള്ളത്. ഇത് രണ്ടും സംഭവിച്ചിരിക്കുക നമുക്ക്. നമ്മൾ ആദമിൻ്റെ മക്കളിലൂടെ നമുക്ക് ഫിസിക്കൽ ബർത്ത് കിട്ടി. സ്പിരിച്വൽ ബർത്ത് അത് സെയിം തന്നെയാണ്, സെയിം ജനനമാണ്. ഈ ജനനത്തിലൂടെയാണ് എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വത്ത്, ഭൂമിയിൽ PS ഗോപി എന്ന് പറയുന്ന എൻ്റെ അച്ഛൻ്റെ സ്വത്ത് എനിക്ക് കിട്ടിയത്. കിട്ടിയിട്ടില്ല എന്ന് പറയാൻ കാര്യം എന്നാൽ പോലും പറയാം, കിട്ടിയത് പോലും അതാണ്. ഗവൺമെൻറ്റിൻ്റെ എന്താ പറയുക, ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് ഈ ജനനത്തിലൂടെ ലഭിക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞത് ഫിസിക്കൽ ബർത്തും സ്പിരിച്വൽ ബർത്തും രണ്ട് ജനനങ്ങളാണ് നമുക്ക് നടക്കുന്നത്. ഒന്ന് ഈ ഭൂമിക്കകത്ത് സംഭവിക്കുന്നു, മറ്റേത് ഈ ഭൂമിക്കകത്തല്ല, പള്ളിക്കകത്തും അല്ല നടക്കുന്നത്, അത് ദൈവരാജ്യത്തിനകത്താണ്. മറന്നുപോകരുത്. ഫിസിക്കൽ ബർത്ത് എന്ന് പറയുന്നത് അത് ഈ ഭൂമിക്കകത്ത് ജനിച്ച് നമ്മൾ അവകാശങ്ങൾ പ്രാപിച്ചെടുക്കുക. അത് പിന്നീട് പഠിക്കാം നമുക്ക്. രണ്ടാമത് അതുപോലെ തന്നെ പള്ളി വന്നതുകൊണ്ട് കിട്ടുന്ന കാര്യമല്ല ഇത്. ഇത് നമ്മൾ ആ ദൈവരാജ്യം എന്ന് പറയുന്ന അതുപോലത്തെ ഒരു കിങ്ഡമാണ്. ഒരു ഭൂമിയിലൊരു രാജ്യത്തെ പോലെ തന്നെ ഒരു മറ്റൊരു രാജ്യമാണ് ദൈവരാജ്യം. അവിടെ ദൈവമാണെല്ലാം, രാജാവ് ഒരുവനേ ഉള്ളൂ, ദൈവം തന്നെയാണ്. ഇവിടെ എന്താ പറയുക, രണ്ട് മൂന്ന് നാല് രാഷ്ട്രീയക്കാർ ചേർന്ന് ഭരിക്കുന്ന കാര്യമാണ്. അവിടെ അങ്ങനെ ദൈവം ഒരു പിന്നെ നമുക്ക് എപ്പോഴും കർത്താവ് അനുവദിച്ചാൽ ഈ ക്ലാസ്സുകളുടെ ബന്ധത്തിൽ രാജഭരണം എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് ഇതിനോട് ചേർന്ന് വരും. കർത്താവ് അനുവദിച്ചാൽ പഠിക്കും നമ്മളൊക്കെ. ഒരു രാജാവ് ഭരിക്കുന്ന ഒരു കിങ്ഡത്തിലാണ് ഞാൻ നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. അവിടെ സമ്പ്രദായങ്ങളില്ല, എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് ഒരാൾ കാലി പറയുന്ന പരിപാടിയല്ല. ഇത് ഒരൊറ്റ രാജാവ് ഭരിക്കുന്ന ഒരു രാജ്യമാണ് കിങ്ഡം എന്ന് പറയുന്നത്. ദൈവരാജ്യം എന്ന ഒരു രാജാവുണ്ട്. ആ രാജാവിൻ്റെ കീഴിൽ നാം ജനിക്കുക, ആ രാജ്യത്തിൽ നാം ജനിക്കുക എന്ന കാര്യം മറന്നു പോകരുത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, ഈ ഭൂമിയിലേക്ക് പിറക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു കാര്യം സംഭവിച്ചു. അമ്മയുടെ ഉദരത്തിൽ 9 മാസവും 9 ദിവസവും 9 വിനായും കഴിച്ചു. അവിടെ ഇതിനകത്ത് ജീവിക്കുവാൻ നമുക്ക് ഒന്നും ആവശ്യമില്ലായിരുന്നു. പക്ഷേ അതിന് ആ സമയത്തിനുള്ളിൽ അതിനുള്ളിൽ വെച്ച് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുക്കിയെടുക്കുകയായിരുന്നു. നമ്മളറിയാതെ ദൈവം തന്നെയാണ് എല്ലാവർക്കും അത് കൊടുക്കുന്നത്. അല്പമായി പിന്നീട് പഠിക്കാം നമുക്ക്, മറന്നുപോകുക. അപ്പോൾ ഫിസിക്കൽ ബർത്തിന് മുമ്പ്, നമ്മുടെ ഈ ഭൂമിയിൽ പിറക്കുന്നതിന് മുമ്പ് ചില നാളുകൾ 9 മാസത്തിലധികം നമ്മൾ മറ്റൊരു ലോകത്തിൽ, ആരും അറിയാത്ത ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുകയായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ മാസം പഠിച്ചതാണ് നമ്മൾ. അതിൽ നിന്നാണ് ഒരു ദിവസം ആ പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ മുറിച്ച് വിച്ഛേദിച്ചിട്ട് എന്നേക്കുമായി വേറൊരു ലോകത്തിലേക്ക് പിറന്നു വീഴുക എന്ന കാര്യം മറന്നു പോകരുത്. അതുപോലെ തന്നെ നാം ദൈവരാജ്യത്തിൽ ജനിക്കുന്നതും അതുപോലെ തന്നെയാണ്. അപ്പോൾ തന്നെ വേറൊരു ആംഗിൾ കൂടി നമ്മൾ ചിന്തിക്കണം. ദൈവരാജ്യത്തിൽ ജനിച്ചാലും നമ്മൾ യഥാർത്ഥമായി വിശ്വാസത്താൽ ജനിക്കുന്ന കാര്യമാണ്. ഇത് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് വിഷയമാണത്. ദൈവരാജ്യത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ച് നിത്യത പോയെന്നല്ല പറയുന്നത്. ദൈവരാജ്യത്തിൽ ജനിച്ചിരിക്കുന്നത് വിശ്വാസത്താൽ മാത്രമാണ്. ആ വിശ്വാസ പ്രത്യാശ കിടക്കുക. പ്രത്യാശ പോയാൽ വിശ്വാസം പോയി, വിശ്വാസം പോയാൽ രക്ഷ പോയാൽ നരകം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ദൈവരാജ്യത്തിൽ ജനിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടും നമുക്ക് ഇത് കിട്ടണമെന്നില്ല. നമ്മൾ ഇതിനെക്കുറിച്ച് അല്പമായി ചിന്തിക്കും. അപ്പം അതുകൊണ്ട് പൊക്കിൾക്കൊടി ബന്ധത്തിലൂടെ ഒരു രാജ്യമായിട്ട് രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പിറന്ന് ആ കട്ടിങ്ങിലൂടെ അല്ലെങ്കിൽ വിച്ഛേദത്തിലൂടെ മറ്റൊരു രാജ്യത്തിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ആ ഭൂമിയിൽ പിറക്കുന്ന ഒരു കുഞ്ഞിന് പിന്നീട് കാണുന്ന മുഴുവനും ആ അഡ്രസ്സ്, നമുക്ക് ഇന്ത്യയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മകന് മകളാണെന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ, ഫാമിലി പ്രോപ്പർട്ടീസിയുടെ അവകാശങ്ങൾ, ആധാർ കാർഡ്, ലീഗൽ റൈറ്റ്സ്, വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഒക്കെ നമുക്ക് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ ലഭിക്കുന്ന കാര്യമാണ് എന്ന കാര്യം മറന്നു പോകരുത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് മറ്റൊരു ലോകത്ത് ജനിക്കുമ്പോൾ നമുക്ക് അവിടെ ഈ പറഞ്ഞ സകലമുണ്ട്. ഒരു അഡ്രസ്സ് എനിക്കുണ്ട്, പക്ഷേ എനിക്കറിയില്ല, സത്യം പറയാം. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. പണ്ട് ഞാൻ ചോദിച്ചു, കർത്താവേ, ഭൂമിയിൽ ജനിക്കുമ്പോൾ ഈ കൊച്ചിന് അല്ലെങ്കിൽ എനിക്ക് ഡിനിൽ കുമാർ എന്ന പേര് എനിക്കുണ്ട്, അതിൻ്റെ അഡ്രസ്സിൻ്റെ പേരാ. അതുപോലെ ഞാൻ ദൈവരാജ്യത്തിനകത്ത് ജനിച്ചപ്പോൾ 2005 ജനിച്ചപ്പോൾ എനിക്കൊരു പേരുണ്ട് അവിടെ. പക്ഷേ ഞാൻ ചോദിച്ചു, പക്ഷേ എനിക്ക് കർത്താവ് തന്നിട്ടില്ല ഇവരെ. പക്ഷെ പേരുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും പേരുണ്ട്. ഞാൻ എനിക്ക് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടുത്തെ പേരല്ല, നമ്മളെ പേർ ചൊല്ലി കർത്താവ് വിളിച്ചിരിക്കുക. ആ പേർ വിളിക്കുന്ന നേരം വരും നമുക്കൊരു ദിവസം. ആ പേര് ദൈവരാജ്യത്തിൻ്റെ പേര് നമുക്കറിയത്തില്ല അവിടുത്തെ, അല്ലേ? പല പേരുകൾ ആ ദൈവം കൊടുക്കാൻ പോകും. നമുക്ക് എന്ത് പകട്ടെ, നമുക്ക് അതുപോലെ തന്നെ അതിലേക്കുള്ള നമ്മൾ തയ്യാറെടുപ്പില്ല. ഈ പൊക്കിൾക്കൊടിയിൽ കിടക്കുന്നത് പോലെ കിടക്കുകയാണ് നമ്മളിപ്പോൾ. അത് ആ വിശ്വാസത്തിൽ നിന്ന് യഥാർത്ഥ കാഴ്ചയിലേക്ക് വരുന്ന ദിവസമുണ്ട്. അതാണ് യഥാർത്ഥമായ നമ്മുടെ കർത്താവിൻ്റെ വരവും നമ്മുടെ അവൻ്റെ പ്രത്യക്ഷതയും നമ്മുടെ സമാഗമനം പറയുന്നത് എന്നുമാകട്ടെ. അപ്പോൾ ഭൂമിയിൽ ഇതുപോലെ റൈറ്റ്സുകൾ ഒരുപാടുണ്ട്, അവകാശങ്ങൾ നമുക്ക് ഒരുപാട് ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് ദൈവരാജ്യത്തിനകത്തും. നമുക്കറിയാം, ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് ഈ ഭൂമിയിൽ പിറക്കുമ്പോൾ ഈ ഫിസിക്കൽ ബർത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒന്ന്, അപ്പൻ്റെ നേച്ചർ, അല്ലേ? അതൊക്കെ തന്നെ നമ്മൾ നമുക്കറിയാം. നമ്മുടെ സ്വഭാവം കണ്ടാൽ നമുക്കെല്ലാം അറിയാം. ഭൂരിഭാഗം അപ്പൻ്റെ സ്വഭാവം തന്നെ നമുക്ക് അമ്മയുടെയും അപ്പൻ്റെയൊക്കെ സ്വഭാവമാണ്. ഇതൊക്കെ
സത്യം പറഞ്ഞാൽ അത് പഴയ മനുഷ്യൻ്റെ സ്വഭാവമുണ്ട്. പുതുമനുഷ്യന് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നമുക്ക് ഡെലിവറി ക്ലാസ് ആഴമായി പഠിക്കും നമ്മൾ. ഈ പലപ്പോഴും നമ്മൾ ഈ വിശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടി നമ്മൾ ഓടുന്ന മുഴുവനും നമ്മുടെ കഠിനാധ്വാനം കൊണ്ട് ഈ പഴയ മനുഷ്യനെ പണിയാൻ നോക്കുന്ന പരിപാടിയാണ്. നമ്മൾ നല്ലൊരു ശതമാനം വിശ്വാസ ജീവിതത്തിൽ ആൾക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയാതിരിക്കുന്നത് നമ്മുടെ ട്രാക്ക് ശരിയാത്തതുകൊണ്ട് തന്നെയാണ്. ഇത് ജനനത്തിലൂടെ ലഭിക്കുന്ന കാര്യമാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. തൊണ്ടത്തിരി പോയിരിക്കുക. ഇതൊക്കെ ഈ അപ്പൻ്റെ സ്വഭാവം, ആറ്റിറ്റ്യൂഡ്, മനോഭാവം, ബിഹേവിയർ എല്ലാം, ആഗ്രഹങ്ങൾ എല്ലാം ഈ അപ്പനിൽ നിന്ന് ഭൂരിഭാഗവും അപ്പനിൽ നിന്ന് ആ ജീനുകളിലൂടെ നമുക്ക് കടന്നു വന്ന കാര്യമാണെന്ന കാര്യം മറന്നു പോകരുത്. നമ്മളാരും ചോദിച്ചിട്ടൊന്നും കിട്ടിയതല്ല. അപ്പൻ്റെ ആദർശങ്ങൾ അല്ലേ, ഇതൊക്കെ നമുക്ക് ലഭിച്ചത് അവിടെ നിന്ന് ലഭിച്ചത് ഓട്ടോമാറ്റിക്കായിട്ട് അതിന് എന്നിൽ വെളിപ്പെട്ട് വരികയാണ്. പ്രായപൂർത്തിയായി കഴിയുമ്പോൾ എന്നിൽ ആ പഴയ മനുഷ്യന് വെളിപ്പെട്ട് വരികയാണ്. പലപ്പോഴും നമ്മൾ ഈ പഴയ മനുഷ്യന് അപ്പനെ സ്വഭാവം മാറ്റാൻ വേണ്ടി, അപ്പന് കോപമാണെങ്കിൽ കോപം, അപ്പന് അല്ലേ തല്ലി പിടിക്കുന്ന സ്വഭാവമാണെങ്കിൽ തല്ലി പിടിക്കുന്ന സ്വഭാവമൊക്കെ എന്നിൽ വരുമ്പോൾ നമ്മൾ വിശ്വാസിയായിട്ട് പിന്നെ നമ്മൾ മത്സരിക്കുക. അല്ലെ പഴയ മനുഷ്യരോട് നമ്മൾ ഭയങ്കര മത്സരം, ഇതെങ്ങനെ മാറണം, ഞാൻ ഉപവസിക്കുന്നു ശാസിക്കുന്നതൊക്കെ പറഞ്ഞ് എൻ്റെ പഴയ മനുഷ്യനിട്ട് പണിയാൻ നോക്കിയാൽ ഈ ആയുസ് മുഴുവനും പട്ടിയുടെ വാലിൻ്റെ കഥ പറയാറില്ലേ? അത് തന്നെ, ഞാൻ പറയണില്ലത്. ആ കഥ ഉള്ളൂ. ഇതൊരിക്കലും അങ്ങനെ നേടുന്ന വിശുദ്ധീകരണമൊന്നും അങ്ങനെ നേടുന്നതല്ല. ഇത് ജനനത്തിലൂടെ ലഭിക്കുന്ന കാര്യമാണ്. അങ്ങനെയല്ല സഹോദരങ്ങളെ. വിശുദ്ധിക്ക് വേണ്ടി ഞാൻ വലുതാസങ്ങളിൽ നമുക്ക് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ വിശുദ്ധിക്ക് പ്രാപിക്കുന്നതിന് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായി ഞാൻ ആരാണ്, എൻ്റെ ജനനം എന്താണ്, എൻ്റെ അപ്പൻ്റെ സ്വഭാവം എന്താണ്, അല്ലെ അപ്പൻ്റെ നേച്ചർ എന്താണ്, അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അവൻ്റെ നേച്ചർ, ബിഹേവിയറൊക്കെ എന്തൊക്കെ ഓട്ടോമാറ്റിക് അറിയുമ്പോൾ അത് ഞാൻ വിശ്വാസം പ്രാപിച്ചെടുക്കിയത്. അത് ബർത്തിലൂടെ സംഭവിക്കുന്ന കാര്യമാണ്. ഇതല്ല അകത്തെ മനുഷ്യനിൽ അല്ലേ. അപ്പം അതുകൊണ്ട് ഈ പഴയ അപ്പൻ്റെ ഈ ഫിസിക്കൽ ബർത്തിൽ പഴയ അപ്പൻ്റെ നേച്ചർ, പ്രകൃതി നമുക്കുണ്ടാകും. അപ്പൻ ഇരിക്കുന്ന പോലെ നമ്മൾ ഇരിക്കും. അപ്പൻ ചായ കുടിക്കുന്ന പോലെയൊക്കെ നമ്മൾ അല്ലേ ചായയൊക്കെ ഇങ്ങനെയൊക്കെ എടുത്ത് കുടിക്കും അല്ലേ. ഇതിൽ പലരൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കടലുണ്ട്, നമുക്ക് ഇഷ്ടംപോലെ കാര്യം. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാതെ നമ്മുടെ പഴയ മനുഷ്യരിലേക്ക് കടന്നു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ട്, കാര്യം മറന്നു പോകരുത്. അപ്പോൾ ഈ ഭൂമിക്കകത്ത് ഈ പഴയ അല്ലെങ്കിൽ ഈ ആദാമിൻ്റെ ഈ ഫിസിക്കൽ ബർത്തിന് അവകാശങ്ങളും ആധാർ കാർഡൊക്കെ ഉള്ളതുപോലെ തന്നെ അപ്പനിൽ നമുക്ക് ലഭിക്കുന്ന, ഞാൻ ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് ആഴമായി ചിന്തിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പിന്നീടും പറയും, നമ്മൾ വളരുന്ന അറ്റ്മോസ്ഫിയറില്ലേ, ഇപ്പം ഒരു ചേരിയിലാണ് വളർന്നെങ്കിൽ അതിൻ്റെ നമുക്ക് സ്വാധീനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാകും. അത് മറന്നു പോകരുത്. നല്ല സഭയിൽ ജനിക്കുന്ന, നല്ല സഭയിൽ വളരുന്ന അല്ലേ, നല്ല അഭിഷിക്തന്മാരായ ദൈവദാസന്മാരെ കൈക്കീഴിൽ സ്ഥാനപ്പെട്ട് അല്ലേ നല്ല ആത്മീയ കുടുംബത്തിൽ അല്ലെങ്കിൽ ആത്മീയ കൂട്ടായ്മയിൽ ജീവിക്കുന്നവർക്ക് അതിൽ വ്യത്യാസമുണ്ടാകും. നിങ്ങൾ എന്നോട് ഉണ്ടോ? അപ്പോൾ ഇതൊക്കെ ഇതിനുള്ള ബന്ധത്തിൽ പഠിക്കും, നമ്മൾ ആഴമായി പിന്നീട് ചിന്തിക്കും. അപ്പോൾ ഫിസിക്കൽ ബർത്തിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണ്ടു. നമ്മൾ ആ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഒന്നാം മനുഷ്യൻ, 1 കൊരിന്ത്യർ 15:47 വാക്യം, ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ഈ വാക്യങ്ങൾ കർത്താവ് പഠിപ്പിക്കുമ്പോൾ 2 വ്യക്തികളെ വേർതിരിച്ചു കാണുകയാ അല്ലേ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ കുറച്ച് മുമ്പ് എക്സാമ്പിൾ പറയുക, ഇപ്പൊ കുറച്ച് മുമ്പ് എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വന്ന സ്വഭാവം എന്തുമാകട്ടെ, അത് ഏത് മനുഷ്യൻ്റെയാണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? എൻ്റെ അകത്ത് 2 മനുഷ്യന്റെ പ്രകൃതമുണ്ട്. എന്തൊക്കെയാ? ഒന്നാം മനുഷ്യൻ ആദമിനെ കുറിച്ചാ, അതിന് സകല എന്നിലേക്ക് വന്നിട്ടുണ്ട്. ഓൾറെഡി ഇവിടെ അകത്തുണ്ട് പഴയ മനുഷ്യല്ലേ. 2 അപ്പോൾ തന്നെ വേറൊരു മനുഷ്യനും കൂടി സ്പിരിച്വൽ അല്ലേ, സ്വർഗത്തിന്റെ സ്പിരിച്വൽ ബർത്തിലൂടെ ലഭിച്ച വേറൊരു മനുഷ്യനുണ്ട്. കാര്യം മറന്നു പോകരുത്. ഈ ആദമിന്റെ സന്തതികൾ നമ്മളെല്ലാവരും. ആദത്തിൽ ദൈവം ആദമിനെ ഉൽപ്പത്തി സൃഷ്ടിക്കുമ്പോൾ ആദമിനകത്ത് 1000 ആണ്ടിൽ അവസാനം 999 വർഷത്തിൽ ജനിക്കാൻ പോകുന്ന സകല മനുഷ്യരും എവിടെയുണ്ട്? ഞാൻ പറഞ്ഞ മനസ്സിലായത് അല്ലേ? 1000 ആണ്ടാണല്ലോ. അപ്പോൾ 1000 അവസാന വർഷം 999. ആ ലാസ്റ്റ് സെക്കൻഡിൽ പോലും ജനിക്കാൻ പോകുന്ന മക്കളെ മുഴുവനും, മനുഷ്യരെ മുഴുവനും ആദമിൽ സൃഷ്ടിച്ചിട്ടിട്ടാണ് ദൈവം ആദമിനെ സൃഷ്ടിച്ചത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടല്ലേ നിങ്ങൾക്ക്? അതുകൊണ്ട് ആ ഒറ്റൊരു മനുഷ്യൻ പാപം ചെയ്തപ്പോൾ അതിനകത്ത് കിടന്ന സകല വിത്തുകളും ഡാമേജ് ആയിപ്പോയി. ഏതാ വിത്ത്? നമ്മൾ ഓരോരുത്തരും ആ വിത്ത് മുഴുവനും ജീവൻ നഷ്ടപ്പെട്ടത് പോയി. അതാണ് അതുകൊണ്ട് നമുക്ക് ഈ സഗരിയ പുസ്തകം പഠിക്കുമ്പോൾ ദൈവം നമുക്കൊരു ആത്മാവിനെ നൽകും എന്നൊക്കെ പറയും. അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ല ശരിക്കും പറഞ്ഞത്. അർത്ഥങ്ങൾ വ്യത്യാസമുണ്ട്. ശരിക്കും അമ്മയുടെ ഉദരത്തിൽ ജനിക്കുമ്പോൾ തന്നെ ഓൾറെഡി ആദമിൽ വെച്ച ആത്മാവ് നമ്മളിലേക്ക് വരികയാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? അതുകൊണ്ട് ചത്ത ആത്മാവ്, മരിച്ച ആത്മാവുമായിട്ടാണ് നമ്മൾ ഭൂമിയിൽ ജനിച്ചത്. അങ്ങനെയല്ല നിങ്ങളൊക്കെ ജനിച്ചത്? ആണോ ഇല്ലയോ? യെസ്, മരിച്ച ആത്മാവുമായിട്ട് നമ്മൾ ഭൂമിയിലേക്ക് പറന്നു വീഴുന്നത്.
ദൈവം തരികയാണെങ്കിൽ അത് ഒറിജിനൽ സാധനം തരത്തില്ല. നമുക്കറിയാം ദൈവം സൃഷ്ടിക്കുന്നതൊക്കെ നല്ല ശ്രേഷ്ഠമായതാണ്, ജീവനുള്ളതാ. മരിച്ചത് ഒന്നും ദൈവം സൃഷ്ടിക്കത്തില്ല. അങ്ങനെയെങ്കിൽ നമ്മുടെ എല്ലാ ആത്മാക്കളും, നമ്മുടെ മനുഷ്യാത്മാവ്, ഞാൻ ഹ്യൂമൻ സ്പിരിറ്റിനെ കുറിച്ച് പറയുക, അതെല്ലാം ആദമിൽ ദൈവം ഇട്ടിട്ടാണ് ദൈവം മനുഷ്യനെ. അതുകൊണ്ട് ആദം മരിച്ചു പോയപ്പോൾ എല്ലാ ആത്മാവും ദൈവജീവൻ നഷ്ടപ്പെട്ടതായിട്ട് ഭൂമിയിലേക്ക് പിറന്ന കാര്യം മറന്നു പോകരുത്. അപ്പോൾ രണ്ട് ജനനങ്ങൾ, രണ്ട് വ്യക്തികളെ നല്ല നല്ല അറിയുന്നത് പോലെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് വേർതിരിച്ച് കാണാൻ പറ്റത്തുള്ളൂ. നമുക്ക് അല്ലേ, സംസാരിക്കുമ്പോൾ ഈ വാക്ക് എവിടെ നിന്ന് വന്നു, എൻ്റെ പഴയ മനുഷ്യനാണോ പുതിയ മനുഷ്യനാണോ? ഞാനിപ്പോൾ ഒരു എന്തെങ്കിലും ആൾക്കൊരു ഗ്ലാസ് വെള്ളം കൊടുത്തു, ഇത് ഏത് മനുഷ്യനാണ് വന്നിരിക്കുന്നത്, പഴയ മനുഷ്യനാണോ അല്ലേ? പഴയ മനുഷ്യനാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നമുക്കത് വേർതിരിച്ച് നമ്മൾ കാണാൻ പഠിക്കണം. പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയും വേർതിരിച്ച് നമ്മുടെ ഓരോ ചിന്തയിൽ പോലും, പ്രവൃത്തി വിട് അല്ലേ, അതിനേക്കാൾ ശ്രേഷ്ഠമായ ചിന്തയിൽ ആരംഭിക്കുമ്പോൾ അവിടെ മുതൽ നമ്മൾ ആത്മീയൻ സകലത്തെയും വിവേചിച്ചിട്ട് വേണം പുറത്തേക്ക് വിടാനായിട്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. എങ്കിൽ ആ ജയജീവിതത്തിലേക്ക്, ആ യഥാർത്ഥമായ ജയജീവിതത്തിലേക്ക് നമുക്ക് വരാൻ കഴിയത്തുള്ളൂ. ഈ 1 Corinthians 15:22 വാക്യം പറയുന്നു, ആദമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ക്രിസ്തു നമ്മളെ വീണ്ടും ജനിപ്പിക്കുമ്പോൾ നമ്മുടെ അകത്ത് ക്രിസ്തുവിൻ്റെ ജീവനുള്ള ജീവനല്ല വരുന്നത്, അല്ലാതെ ചത്ത ക്രിസ്തു അല്ലല്ലോ നമ്മൾ അല്ലേ ഫോട്ടോയിൽ കാണുന്ന. എല്ലാ ഡിസംബറിൽ ജനിക്കുകയും അല്ലേ, എല്ലാ ഈസ്റ്ററിന് ഈസ്റ്ററിൽ എന്താ പറയുക, ഏപ്രിൽ ഈസ്റ്ററിൽ മരിക്കുകയും ചെയ്യുന്നതൊക്കെ യേശു അല്ല നമ്മളത്. അത് അക്ഷരമായി സംഭവിച്ചതാ. അത് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത്. ആ ക്രിസ്മസ് എന്ന് പോലും എൻ്റെ അകത്ത് ക്രിസ്തു ജനിക്കുക എന്നുള്ള ആ ക്രിസ്മസിൻ്റെ അർത്ഥം. ജനിച്ചവരാ നമ്മളെല്ലാവരും. ഇനി അതിന് എല്ലാ വർഷം കൊണ്ടാടേണ്ട ആവശ്യമൊന്നുമില്ല. അതിൻ്റെ വേണേൽ കൊണ്ടാടിക്കോ, കൊണ്ടാടണമെങ്കിൽ വീണ്ടും ജനിച്ച ദിവസത്തേക്ക് വേണേൽ ആഘോഷിച്ചോ. എക്സാമ്പിൾ പറഞ്ഞ് മാത്രമുള്ള വിചാരിച്ചേക്കരുത്. ഇനി അങ്ങനെ കൊതിയാണെങ്കിൽ ചെയ്തോ, പക്ഷേ അതാർക്കും അറിയത്തുമില്ല. ഉള്ള കാര്യം പറയല്ല, വീണ്ടും ജനിച്ച ദിവസമൊക്കെ വളരെ അപൂർവ ആൾക്കാർക്ക് മാത്രമേ ഓർക്കുന്നുണ്ടാവുള്ളൂ. ഉള്ള കാര്യം, സത്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് 1 Corinthians 15:50 വാക്യം പറയുന്നു, ഫിസിക്കൽ ബർത്തിൽ സംഭവിച്ച ഒരു മനുഷ്യനും ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് ദൈവരാജ്യത്തെ അവകാശമാക്കുവാൻ മാംസരക്തങ്ങൾ നമ്മൾക്ക്, ഈ കാണുന്ന ഔട്ടർ മാന് അല്ലെങ്കിൽ ഈ നമ്മുടെ ഫിസിക്കൽ ബർത്തിന് അങ്ങേയറ്റം പോയാൽ ഈ ഭൂമിയിൽ സ്വത്തുക്കൾ സമ്പാദിക്കാം, ഈ ഭൂമിയിൽ അവകാശങ്ങൾ ഒരുപാട് നേടാം. അങ്ങേയറ്റം പോയാൽ ശവപ്പറമ്പിന് ഇപ്പുറത്ത് എന്തുവരെ നമുക്കുണ്ടോ അത്രം വരെ മുഴുവൻ നമുക്ക് നേടാൻ കഴിയും. മാക്സിമം നമ്മളെ കഴിവ് കൊണ്ടോ എന്തുകൊണ്ടോ വിദ്യാഭ്യാസം കൊണ്ടോ എന്താകട്ടെ, എന്താ പറയുക, മാക്സിമം ആ ശവപ്പറമ്പിൽ അല്ലെങ്കിൽ ശ്വാസം പോകുന്ന തൊട്ട് മുമ്പുള്ള എന്തുവരെ നമുക്ക് നേടാൻ കഴിയും. പക്ഷേ ദൈവരാജ്യം കിട്ടണമെങ്കിൽ വീണ്ടും ജനത്തിൽ കൂടെ മാത്രമേ കഴിയത്തുള്ളൂ. ഞാനത് സ്റ്റാർട്ടിങ് കാര്യം പറയുക. ദൈവരാജ്യത്തിൽ ജനിച്ചാൽ പോലും നമുക്ക് തള്ളിക്കളയാൻ കഴിയും. അതുപോലും മറന്നു പോകരുത്. ജനിച്ചു എന്ന് വിചാരിച്ചത് കൊണ്ടും ദൈവരാജ്യം കിട്ടത്തില്ല. ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് എടുക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ അവിടെ വരെ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്, ഉൽപ്പത്തി പുസ്തകത്തിൽ മനുഷ്യൻ ആദ്യത്തെ ദൈവം സൃഷ്ടിച്ചു. നമുക്ക് എല്ലാവർക്കും 2:7 മനുഷ്യനെ കുറിച്ച് ദൈവത്തിന് ആഗ്രഹം പറഞ്ഞു. നമ്മൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയാം. മണ്ണുകൊണ്ട് മനുഷ്യനുണ്ടാക്കി, ശ്വാസമൂതി, ആത്മാവിനെ ഊതി കൊടുത്തു. നമുക്ക് എല്ലാം അറിയാം നമുക്ക്. അതിനുശേഷം 2:17 കൽപ്പന കൊടുത്തു. ആ കൽപ്പന ലംഘിച്ചു കളഞ്ഞു ആര്? ആദം. പിന്നീട് ഭൂമിയിൽ പിറക്കുന്ന ആദമിൻ്റെ വംശപരമ്പരയിൽ ആരൊക്കെ ജനിക്കുന്നുവോ നമ്മളെല്ലാവരും ഈ ന്യായവിധിയുമായിട്ടാണ് ജനിക്കുന്നത്. ഈ ഒരു വെർഡിക്റ്റ് എൻ്റെയും നിങ്ങളുടെ തലമേൽ കിടക്കുക. നമ്മൾ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ കേക്ക് മുറിക്കുന്നു, ലഡു കൊടുക്കുന്നു, എല്ലാ വർഷം തോറും ഇല്ല, പൊതുവെ ഇല്ല, എന്നാലും പോലും പറയാം. നമ്മൾ ഈ ബർത്ത്ഡേ ആഘോഷമൊന്നും നമുക്കൊന്നും ഇല്ലെങ്കിൽ പോലും പറയാം. ജാതീയ സമ്പ്രദായമാണെങ്കിൽ പോലും ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുമ്പോൾ ഈ എന്താ പറയുക, ഒരു മെഴുകുതിരി കത്തിച്ചിട്ട് ഊതുന്ന പരിപാടിയൊക്കെ സത്യത്തിൽ അത് സത്യമായ കാര്യമാണ്. അല്ലെ, വെളിച്ചം കെട്ട ആത്മാവുമായിട്ട് നമ്മൾ ഈ ഭൂമിയിലേക്ക് ജനിച്ചത്. നമ്മൾ കേക്ക് മുറിക്കും, ആയിഷ കുടിക്കും, ശരി തന്നെയാ. പക്ഷേ വെളിച്ചം കെട്ടുപോയ, ജീവനില്ലാത്ത, നഷ്ടപ്പെട്ടു പോയ ഒരാത്മാവുമായിട്ടാണ് ഞാനും നിങ്ങൾ ഭൂമിയിലേക്ക് പിറന്നത്. ഞാൻ വിശ്വാസയുടെ കാര്യമല്ല, അവിശ്വാസയുടെ കാര്യം പറയുക. എല്ലാ വർഷം ഈ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴൊക്കെ ഈ തലമേൽ, ആ കൊച്ചിൻ്റെ തലമേൽ ജനിക്കുമ്പോൾ തന്നെ ഒരു ന്യായവിധി കിടക്കുക. വെർഡിക്റ്റ്. എന്ത് ന്യായവിധിയാ? അത് ഉൽപ്പത്തി 2:17. അങ്ങനെ തന്നെ പറഞ്ഞു പഠിക്കുന്നത് നമ്മൾ. ഏത് ന്യായവിധി കിടക്കുന്നത്? ആദമിന്റെ മേൽ വന്ന എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 2:17 നന്മ തിന്മ വിഷത്തിലെ ഫലം കഴിച്ചാൽ
മരിക്കുന്ന നിശ്ചയം എന്ന് പറഞ്ഞാൽ ആ വെർഡിറ്റ്, ന്യായവിധി, ശിക്ഷാവിധി, ഈ കുറ്റപത്രം, നല്ല വാക്ക് കുറ്റപത്രം, വെർഡിറ്റ്, ആ കുറ്റപത്രം, ആ പത്രവുമായിട്ടാണ് ഞാൻ ഭൂമിയിലേക്ക് ജനിച്ചത്. കണ്ടോ? നമ്മളാരും കണ്ടില്ല. വിശ്വാസി വന്നിട്ടും കണ്ടോ? ആ, പിന്നെ കർത്താവ് കൃപ തോന്നി പഠിപ്പിച്ചപ്പോഴാണ് നമ്മളിതൊക്കെ കണ്ടതല്ലേ. നമ്മളെന്താ പറയുക, വിശ്വാസി വരുമ്പോൾ നമ്മൾ വിചാരിച്ച് പിന്നെ കർത്താവിനെ കൊണ്ട് അങ്ങോട്ട് ജീവിക്കാം, ബിസിനസ് വളർത്താം. ഞാൻ അങ്ങനെ വന്നപ്പോൾ ഞാൻ കേട്ടതൊക്കെ അതൊക്കെ തന്നെയാണ് അല്ല. പക്ഷെ പിന്നീട് കർത്താവ് പഠിപ്പിച്ചപ്പോൾ അറിയത് എൻ്റെ തലമേലൊരു വെർഡിറ്റുണ്ടായിരുന്നു, ഒരു കുറ്റപത്രം, എന്നെ കൊന്നുകളയാനുള്ള കുറ്റപത്രം. അതൊന്നും അറിയാതെ വീണ്ടും കൃപയാൽ വീണ്ടും ജനിച്ചു. ശരി തന്നെയാ, കൃപയാൽ. പക്ഷേ ഈ സത്യം അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പറയാം, ആ കൃപയെ ഞാൻ വൃതയാക്കി കളഞ്ഞേനെ. ഈ സത്യത്തെ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. വഴിയാത്രയിൽ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടു, സ്ഥാനപ്പെട്ടു, ഇവിടെ ന്യൂ ലൈഫിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സത്യം എന്നെ ഞാൻ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ വഴിയാത്രയിൽ ഞാൻ കർത്താവിനെ കൊണ്ട് ജീവിച്ചേനെ. എൻ്റെ തലയിൽ മേൽ എന്തുണ്ടായിരുന്നു? ഒരു കുറ്റപത്രം. എന്നെ കൊന്ന് നരകത്തിൽ തള്ളുവാൻ പിശാചിന്റെ പക്കലുള്ള കുറ്റപത്രം. ഈ സത്യം നമ്മൾ അറിയാതെ പലപ്പോഴും നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. കൃപയാൽ രക്ഷിക്കപ്പെടും, പക്ഷേ വഴിയാത്രയിൽ കർത്താവ് നമുക്ക് കൃപ നൽകിയിട്ട് ഈ സത്യങ്ങൾ ഗ്രഹിപ്പിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥമായ ഒരു പാവിയായിരുന്നു നമുക്ക് മനസ്സിലാകുന്നത്. നരകത്തിനു വേണ്ടി മാത്രം ജനിച്ച് ഈ കുറ്റം നമുക്കറിയാം. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ ഈ കുറ്റപത്രം കർത്താവ് ക്ഷമിച്ചു, നമുക്കറിയാം. അവൻ ക്രൂശിൽ മരിച്ചു, ജയോത്സവം കൊണ്ടാടി, എല്ലാം മാറി നമ്മൾ. പക്ഷേ അതൊക്കെ ജസ്റ്റ് ഒരു അറിവ് മാത്രം, മിന്നായം പോലെയുള്ളൂ നമുക്ക്. പക്ഷെ വഴിയാത്രയിൽ പഠിച്ചപ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചപ്പോഴാണ് ഞാൻ ഒരു കുറ്റപത്രമായി ജനിച്ചതാ പണ്ട്, അല്ലേ? ലോകത്തിലെ മനുഷ്യർക്ക് പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. അവർ വിചാരിക്കുക ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണാൽ പിന്നെ ഇവനെ വലിയവനാക്കോ എന്നൊക്കെ. പക്ഷേ ഇവനെ മേൽ ഒരു കുറ്റപത്രമായി ജനിച്ചിരിക്കുന്നു. പിശാച് വിചാരിക്കണം അവൻ ആരാകണമെന്ന്. ജാതി മക്കളെ കുറിച്ച് ഞാൻ പറയാം. ഇപ്പൊ എനിക്ക് മക്കളുണ്ടായി, എക്സാമ്പിൾ ജാതിയും ഒരു പിതാവിനും അമ്മയ്ക്കും ഒരു മകൻ ജനിക്കുമ്പോൾ അവർക്കകത്ത് ഇഷ്ടംപോലെ മോഹം, ഡോക്ടറാക്കണം, എഞ്ചിനീയർ ആക്കണം എന്നൊക്കെ മോഹങ്ങളാ. പക്ഷേ കുറ്റപത്രം അവരുടെ തലയിൽ കിടക്കുക. ആരുടെ കയ്യിലായിരിക്കുന്നത്? മറ്റവരുടെ കയ്യില്, ഇല്ലേ? അവന്റെ കയ്യിൽ കുറ്റപത്രം ഇരിക്കുക, വെറുടിച്ച് തലയിരിക്കുക. 2:17 കുറ്റപത്രം. ഗ്രഹിച്ചോ നിങ്ങള്? അവൻ തീരുമാനിക്കും ഇവൻ ഡോക്ടർ ആകണോ എഞ്ചിനീയർ ആണോ എന്നൊക്കെ. ഒന്ന് തല തിരിച്ച് വിട്ടാ മതി, പരിപാടി കഴിഞ്ഞ് അവനല്ലേ. എത്ര ഭയാനകമാ. അപ്പൊ എന്തുമാകട്ടെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. ബാക്കി എഴുതുന്ന എനിക്ക് അറിയത്തില്ല. ഉൽപ്പത്തി എബ്രായർ 2:14 പറയുന്നില്ലേ, നമുക്ക് മരണത്തിന് അധികാരിയായ പിശാചിൽ നിന്ന് കർത്താവ് നമ്മെ വിലക്കെടുത്തു, അല്ലേ? ഈ കർത്താവ് ഒന്ന് വാക്യം ആ വാക്യം എൻ്റെ ഞാൻ ഇവിടെ എഴുതിയിട്ടില്ല. കൊലോസ്യർ 2-ാം അധ്യായത്തിലുണ്ട്, എഫെസ്യർ 2-ാം അധ്യായത്തിലുണ്ട്. ജയോത്സവം കൊണ്ടാടി കൊലോസ്യർ പറയുന്നുണ്ടല്ലോ. ഞാൻ അവരുടെ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെന്ന വാക്ക് ഒന്ന് വായിച്ചേ. ഞാൻ എഴുതിയിട്ടില്ലത്. അത് ഒന്ന് വായിച്ചു, ഒരാൾ വായിക്കാൻ വേണ്ടി, ജസ്റ്റ് വായിക്കാൻ വേണ്ടിയാ. കൊലോസ്യർ 2-ാം അധ്യായത്തിലും എഫെസ്യർ 2-ാം അധ്യായത്തിലും ഉണ്ട്. സെയിം വാക്ക് ഏതാണ്ട്. ഒരു പകുതി മുതൽ താഴേക്ക് പഠിച്ചാൽ മതി, കാൽഭാഗം ഒരു വിട്ട്. അതല്ല, അവൻ ക്രൂശിൽ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ചാണ് എഴുതി വെച്ചിട്ടില്ലേ? 2-ാം അധ്യായത്തിൽ എത്രാമത്തെ വാക്യം അത്? എത്രാമത്തെ വാക്യം അത്? 15. വായിച്ചോ. നോക്കി, ശ്രദ്ധിച്ചു നോക്കി. എത്ര വലിയ ഈ സെയിം കാര്യം. ഇതാണ് എബ്രായർ 2:14 പറയുന്നത്. സാത്താൻ അവൻ മരണത്തിന്റെ അധികാരിയായ പിശാച്. 2:14 അല്ലേ? എബ്രായർ ഞാൻ പറയുന്നു 2:14 പറയുന്നു മരണത്തിന്റെ അധികാരിയായ പിശാച്. നമ്മുടെ തലയിന്മേലുണ്ടായിരുന്ന ഈ കുറ്റപത്രം, വെർഡിറ്റ്, ഈ കുറ്റപത്രം നമ്മുടെ തലമേലുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? അവൻ ഇതും പിടിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഭൂമി ജനിക്കുമ്പോൾ, ശ്രദ്ധിച്ചു നോക്കിയ, ഭൂമി ജനിക്കുമ്പോൾ അവനെ കൊന്ന് നരകത്തിൽ തള്ളാനുള്ള കുറ്റപത്രം ആരായിരിക്കുന്നത്? പിശാചിനെ. ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അധികാരം കൊടുത്തു. മനുഷ്യനാണ് അദ്ദേഹം കൈമാറിയത്. ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. കാരണം അറിയാമോ, അതുകൊണ്ടാ നമ്മുടെ ക്രിസ്ത്യ ജീവിതം, നമ്മുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കൈമാറിയോ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാ. ചർച്ചിന്റെ പർപ്പസിനെ കുറിച്ച് ഞാൻ പിന്നീട് പഠിക്കും. പർപ്പസ് ഓഫ് ചർച്ച് എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് വേറെ പഠിക്കും. ഒരു സഭയുടെ പർപ്പസ്, ഉദ്ദേശം എന്താ? നമ്മുടെ സഭയുടെ ഉദ്ദേശം നമ്മൾ ഇന്നും അനേക സഭകൾക്കും അറിയാത്ത കാര്യമാണ്. സഭയുടെ ഉദ്ദേശം എന്താ? എന്തിനാ നമ്മൾ സഭ ആക്കി വെച്ചിരിക്കുന്നത്? വന്ന് തൻ്റെ പാട്ടും പാടി
പോകാൻ വേണ്ടിയൊന്നുമല്ല, കഞ്ഞി കുടിച്ച് പോകാൻ വേണ്ടിയല്ല. ഒരു പർപ്പസ് ഉണ്ട്. മനുഷ്യനാൽ നഷ്ടപ്പെട്ടു പോയത് നമ്മളിലൂടെ തിരിച്ചെടുക്കുക ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ നാം അധികാരിയായി വാഴുകയാ. അധികാരം നമ്മൾ തുറന്നു കാണിക്കുക. അതായത് വായിച്ച വാക്കിയില് ക്രൂസിൽ ജയോത്സവം കൊണ്ട് കവാശകളെയും അധികാരങ്ങളെയും, അല്ലേ? ഏതധികാരമാ? എന്നെയും നിങ്ങളെ കൊന്നു തള്ളാനുള്ള ഈ 32:17 വരുന്ന വേർഡിക്റ്റ്, കുറ്റപത്രം. ആ കുറ്റപത്രം നമ്മുടെ മേലിരിക്കുക. കർത്താവ് ക്രൂശി ചെയ്ത പ്രവൃത്തി എന്താണെന്നറിയാമോ? ഈ വിശ്വാസത്തിൽ നാം പ്രാപിച്ചെടുക്കുക എങ്കിൽ പോലും സകല മാനവരാശിയും കൊന്നു തള്ളാനുള്ള കുറ്റപത്രം പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ട് കർത്താവ് തന്റെ ക്രൂശിൽ അവനോടുകൂടി ചേർത്തടിച്ചു. അത് ബാക്കി ഒന്നും കൂടി വായിക്കാൻ പറ്റുമോ? വായിക്കാൻ പറ്റുമോ ഒന്നുകൂടി? ആ ബാക്കി ഒന്ന് വായിച്ച് കേറ്റി വായിച്ചോ ഒന്നും കൂടി. ആ ആ മതി. നമുക്ക് അതിക്രമം എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിച്ച് ചട്ടങ്ങളാൽ വിരോധമായിരിക്കുന്ന എന്ത് ചട്ടങ്ങൾ വിരോധമായി നമുക്കുണ്ടായി? ഞാൻ ഹിന്ദുമതത്തിൽ ജനിച്ചു വന്ന വ്യക്തിയാണ്. എന്താണ് എനിക്ക് ചട്ടങ്ങളാൽ പ്രതികൂലമായിരുന്നത്? ഒറ്റ കാര്യം മാത്രമാ. എൻ്റെ പൂർവ്വപിതാവായ ആദം പാപം ചെയ്തപ്പോൾ ആ ചട്ടത്തിന് ലംഘനമായ ശിക്ഷയായ ഈ വെർഡിക്റ്റ്, ഈ കുറ്റപത്രം, കൊല്ലുക, പാപത്തിന് ശമ്പളം മരണം, എൻ്റെയും നിങ്ങളുടെയും പേരുണ്ടായിരുന്നു. നമ്മൾ ആ കാണാത്തത് കൊണ്ടായിരുന്നത്, അല്ലേ? ആ കുറ്റപത്രം, ആ കുറ്റപത്രമാണ് കർത്താവിന്റെ വാക്യം. ക്ഷമിച്ച് ഈ കയ്യെഴുത്താ, അല്ലേ? എന്നെ നിങ്ങളെ കൊന്നുള്ള കഴിവുള്ള കയ്യെഴുത്ത് ആരുടെ പക്കലുണ്ടത്? പിശാചിന്റെ പക്കലുണ്ടായിരുന്നു, അല്ലേ? അതുകൊണ്ട് എബ്രായർ 2:14 പറയുന്നുണ്ട്, മരണത്തിന്റെ അധികാരിയായ പിശാച്, ആ കുറ്റപത്രമാണ് അവന്റെ കയ്യിൽ ഉണ്ടായത്. ആ കയ്യെഴുത്ത് പ്രതി, എന്താ പറയുക, ഇപ്പൊ വക്കീലന്മാരുണ്ടെങ്കിൽ അറിയാമെന്ന്, ആ വക്കീലെ പഠിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ഒരു ന്യായവിധി എന്ന് പറയില്ലേ, പോലീസുകാരൊക്കെ പറയുന്ന പോലെ, കോടതിയൊക്കെ പറയുന്ന പോലെ, ഒരു കുറ്റപത്രം, ആ കയ്യെഴുത്ത് പ്രതി അത് മേടിച്ചിട്ട് എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. എവിടെയാ? ക്രൂശിൽ മായ്ച്ചു കളഞ്ഞു. വെച്ചാൽ എന്നെയും നിങ്ങളെയും സകല മാനവരാശിയും കൊന്നു തള്ളാൻ അധികാരം കർത്താവ് അവനെ പിടിച്ചെടുത്തിട്ട് കർത്താവിനോട് ക്രൂശിൽ ആണിയടിച്ചു. അതങ്ങോട്ട് ക്രൂശിൽ യേശു മരിച്ചപ്പോൾ അവനോട് ചേർത്ത് നമ്മളെ കൊല്ലുവാനുള്ള കുറ്റപത്രം ആണിയടിച്ചു കളഞ്ഞു, ഇല്ലേ? ഇനി പിശാച് നോക്കിയാൽ കുറ്റപത്രം കിട്ടുമോ? ഗോൽഗോഥയിൽ പോയി അവിടെ കാണത്തില്ല. കാരണം അറിയാമോ? കർത്താവ് ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ അതും പോയി. ഇനി എന്നെയും മാനവരാശിയെ കൊന്നുകളാനുള്ള കുറ്റപത്രം എവിടെയുണ്ട്? ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അതാണ് ഇവിടെ ഞാൻ കയറ്റി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കുറ്റപത്രമായിട്ട് സകല മാനവരാശി ജനിച്ചു വീഴുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈബിൾ ക്ലാസ് എടുത്തതുപോലെ നമ്മളെല്ലാം ജയിലിൽ കിടക്കുക. സത്യം പറഞ്ഞ ജയിലിൽ കിടക്കുക. പിന്നെ ഞാൻ പഠിക്കും, നമ്മൾ ശമൂവേൽ പ്രവാചകൻ പോലും മരിച്ച് അടക്കപ്പെട്ട് പുള്ളി അത്രയും വർഷങ്ങൾ, കുറെ നാളുകളായി മരിച്ചു പോയിട്ട്. പക്ഷേ നമ്മുടെ ശൗൽ രാജാവ് എന്ന് പറയുക, ആ വെളിച്ചപ്പാടത്തിൽ വന്ന് പറയുക, ആ പുള്ളിക്കാരൻ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമെന്നൊക്കെ ചോദിക്കുന്നില്ലേ? ചോദിക്കുന്നുണ്ട്. ആ സഹോദരി, ആ സ്ത്രീ 2 പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോൾ തന്നെ സംഗതി ഇതേ ശൗൽ പ്രവാചകൻ ഇറങ്ങി വരികയാണ്. എവിടെന്നാ ഇതാരാ കൊണ്ടുവന്നതൊക്കെ? നിങ്ങൾ ചിന്തിക്കുന്ന ഇത്തിരി ആഴത്തിലേക്ക് നമ്മൾ പഠിക്കുന്നത്, ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കും. ഇതാരാ ഇത് കൊണ്ടുവരുന്നത്? ആ മരിച്ചുപോയ ശമൂവേൽ പ്രവാചകനെ ആരാ കൊണ്ടുവന്നത്? ചില പറയുന്നത് സാത്താൻ രൂപം മാറി വന്ന ഒന്നുമല്ല. ദൈവരാജ്യത്തിന്റെ ക്ലാസ്സൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വരുമ്പോൾ തന്നെ ശമൂവേൽ പ്രവാചകൻ കയറി വരികയാണ്. ആരാ വിളിച്ചു വരുത്തിയത്? വെളിച്ചപ്പാടത്തി അശുദ്ധാത്മാവ് പ്രാപിച്ച പിശാചിന് അടിമ. ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാമോ? ഈ പഴയ ഭക്തന്മാർ മരിച്ചു പോയിട്ടും അവർ കിടക്കുന്ന പിശാചിന് അണ്ടറിൽ കിടക്കുകയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലായി? നിങ്ങൾക്ക് ഗ്രഹിച്ചില്ലല്ലേ? പഴയ ഭക്തന്മാർ ആബേൽ തുടങ്ങി മരിച്ച പ്രവാചകൻ, ആദ്യ മനുഷ്യൻ മുതൽ ഈ ശമൂവേൽ പ്രവാചകന്മാരെ മരിച്ചിട്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് മരിച്ചിട്ട് എവിടെ കിടക്കുന്നവര്? എവിടെ? പാതാളത്തില. അത് 2 പാതാളമുണ്ട്. അത് 2 പാതാളമുണ്ട്, വേറെ കാര്യം, അല്ലേ? അത് ദൈവത്തിന് എല്ലാം ദൈവത്തിന്റെ പരിപാടി തന്നെയാ. മോളിൽ തന്നെയാണ് കിടക്കുന്നത്, പിശാചിന് അണ്ടറില്ല. കാരണം ഒരു മൃഗത്തിന്റെ യാഗത്തിനും മനുഷ്യന്റെ പാപത്തെ വീഴാൻ കഴിയത്തില്ലെന്ന് എബ്രായത്തിൽ എഴുതി വെച്ചിരിക്കുക. പിന്നെ അവർ യാഗമർപ്പിച്ചാൽ പിന്നെ അവരെ പാപം വീഴാൻ കഴിയുമോ? വെളിപ്പാട് മനസ്സിലാവുന്നു. ഞാൻ എടുക്കും, അതിനെക്കുറിച്ച് ആഴമായി പഠിക്കും നമ്മൾ. അപ്പൊ അതുകൊണ്ട് പിശാചിന്റെ അണ്ടറിൽ കിടക്കുക ശമൂവേൽ പ്രവാചകൻ ഉൾപ്പെടെ. ആ ക്രൂശിൽ മരിച്ചപ്പോഴാണ് ഈ കുറ്റപത്രം യഥാർത്ഥത്തിൽ വാങ്ങിക്കൊണ്ടുപോയപ്പോഴാണ് ഈ സത്യത്തിൽ ആ മേൽ പർദീസ്, അല്ലെങ്കിൽ അല്ലെ അപ്പർ ഷിയോൾ എന്ന് പറയുന്ന, അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന അപ്പർ ഷിയോളൊക്കെ അവിടുന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് അപ്പോഴാ.
നമ്മൾ 1 പത്രോസ് ആഴമായി പഠിക്കും. പിന്നീട് 1 പത്രോസ് 3-ാം അധ്യായത്തിലേക്ക് നമുക്കുണ്ട് യേശു മരിച്ചിട്ട് 3 ദിവസം എവിടെയായിരുന്നു? 3 അല്ല, 1.5 ദിവസം. സത്യത്തിൽ അതാണ് 3 ദിവസം നമ്മൾ പഠിക്കും, പക്ഷേ ആക്ച്വലി 1.5 ദിവസം ഉള്ളു. എവിടെയാണെന്ന് നമ്മൾ പഠിക്കും. അവിടെ നമുക്ക് അതൊക്കെ അപ്പം ചിന്തിക്കാൻ പറ്റും. എന്തുമാകട്ടെ, ഈ മരണത്തിന് അധികാരിയായ പിശാച് മനുഷ്യനെ ബന്ധിച്ച് അടിമയാക്കി ഈ ഭൂമിയിൽ ജയിലറ കിടക്കുക. ഏതാ? ഫിസിക്കൽ ബർത്ത് അല്ലേ? നമ്മുടെ മറ്റ് സ്പിരിച്വൽ ബർത്ത് അല്ല, ഫിസിക്കൽ ബർത്ത്. മരിച്ച് അവസാനം ഈ പെട്ടിക്കുള്ളിൽ പോകുന്നവരെ കിടക്കുക. ഇനി അവസാനം ഒന്നേ ഉള്ളൂ, ജഡ്ജ്മെന്റ് മാത്രമേ അവനുള്ളൂ. അതല്ലേ അതുകൊണ്ടാണ് എബ്രായർ 9:27 അല്ലേ, 9:27 വാക്ക് പറയുന്നില്ലേ, ഒരിക്കൽ മരണവും ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ച് കൽപ്പിച്ചു വെച്ചിരിക്കുക. അത് വിട്ടുപോകാൻ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല. ഇത് സ്പിരിച്വൽ തലത്തിലെ ആത്മീയ സത്യങ്ങളാ. ഇത് വിട്ടുപോകാൻ കഴിയുമോ? ഞാൻ പാപം ചെയ്തിട്ട്, ഒരു വിശ്വാസി പാപം ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത നടക്കുന്ന പരിപാടിയാണോ? നമ്മുടെ ആത്മമണ്ഡലത്തിൽ പല കാര്യം സംഭവിച്ചിരിക്കുക. നിയമങ്ങൾ വരെ നമുക്ക് ബന്ധിച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധിയോടെ ജീവിച്ചില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കത്തില്ല സഹോദരങ്ങളെ. കാരണം ഇതല്ല നിയമം. ഇവിടെ ഏത് പാപിക്കും വന്നിരിക്കാം, സഭക്കകത്ത് ആർക്ക് വേണമെങ്കിൽ വന്നിരിക്കാം. വിശ്വാസമാണ് ഞാൻ പറയുന്നത്. ഏത് പാപം ചെയ്ത് കൊടുപാപം ചെയ്ത് വന്നിരിക്കുക. പക്ഷേ അവരുടെ സ്പിരിച്വൽ മണ്ഡലത്തിൽ വേറെ കാര്യം സംഭവിച്ചിരിക്കുക, ബന്ധിച്ചിരിച്ചിരിക്കുക. അവിടെയൊക്കെ ക്ലിയറാണോ ഞാൻ പറഞ്ഞു വരുന്നതൊക്കെ? നമ്മുടെ വിഷയം അതെല്ലാത്തോട് വിട്ടുപോകുക. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മരണവും ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ച് കൽപ്പിച്ചാക്കി വെച്ചിരിക്കുക. അതോടെ യോഹന്നാൻ 5:28 പറയുന്നു, ഇതിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറയിൽ ഉള്ളവരെല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യാനുള്ള നാളിക. ഏത് മനുഷ്യനും ഈ ഭൂമിയിൽ മരിക്കാതെ 2 പേർ മാത്രമേ പോയിട്ടുള്ളൂ. അവരും വന്ന് മരിച്ചേ മതിയാകത്തുള്ളൂ. ഇത് നിയമമാണ്. ഇത് ഭൂമിയിലെ നിയമമല്ല, കർത്താവിൻ്റെ അക്ഷരികമായ മാറ്റമില്ലാത്ത നിയമമാണ്, സ്പിരിച്വൽ നിയമമാണ്. അത് വിട്ടുപോകാൻ ആർക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് 2 പേർ മാറ്റപ്പെട്ടു പോയി. അതാ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ അവരെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. അത് ആത്മീയ കോളത്തിൽ വലിയ ഉണ്ടാക്കിയ ഒരു വലിയ വിഷയങ്ങൾ അതൊക്കെ. എന്ത് ഭാഗട്ടെ ഞാൻ വിട്ടുപോകുകയാണ്. അപ്പം അതുകൊണ്ട് ഏത് മനുഷ്യനും ഒരിക്കൽ എഴുന്നേറ്റ് വരേണ്ട, നമുക്ക് വിശ്വാസികൾക്ക് ഏർപ്പെടും. ഇതേ നമുക്കുമുണ്ട് ഈ പുനരുദ്ധാനം അല്ലേ. നമ്മൾ ന്യായവിധി മുമ്പിൽ നിൽക്കണം. പക്ഷെ നമ്മുടെ ന്യായവിധിക്ക് സീറ്റിന് വ്യത്യാസമുണ്ട്, പേരിന് വ്യത്യാസമുണ്ട്. അവർക്ക് ന്യായവിധി എന്ന് പറഞ്ഞാൽ കൊന്ന് അല്ലേ, ന്യായം വിധിച്ച് നീ കുറ്റക്കാരെന്ന് അതിനെ ബോധ്യപ്പെടുത്തി നരകത്തിലേക്ക് വിടുക എന്നുള്ളതാണ്. നമ്മുടെ ന്യായവിധി എന്ന് പറയുന്നത് പ്രതിഫലത്തോടുള്ള ബന്ധത്തിലാണ്. ബാലശിക്ഷയെക്കുറിച്ചൊക്കെ ഡെലിവറൻസ് ക്ലാസ്സിൽ ആഴമായി പഠിക്കും. നമ്മുടെ നമ്മൾ അതിനെക്കുറിച്ച്. കാരണം വെച്ചാൽ നമുക്ക് ഇന്ന് ശിക്ഷാവിധിയൊക്കെ ഉണ്ട്. നമ്മുടെ ശിക്ഷാവിധിക്ക് ഇവിടെ വെച്ചിട്ടാണ്. പക്ഷെ അവർക്ക് ജാതികൾക്ക് ശിക്ഷാവിധിയില്ല. അതുകൊണ്ട് അവരിന്ന് അടിച്ച് പൊളിച്ചല്ലേ നമ്മൾ പറയാറില്ലേ, അവർക്കൊരു കുഴപ്പമില്ല പാസ്റ്ററെ, അവരടിച്ചു പൊളിച്ച് ജീവിക്കുന്നു, അവർക്ക് വെച്ചടി അല്ലേ കയറ്റം എന്നൊക്കെ പറയും നമ്മൾ. അത് കണ്ടത് അസൂയപ്പെട്ടത് നമുക്ക് കാര്യമില്ല. കാരണം അവരുടെ ശിക്ഷാവിധി ഇവിടെയല്ല, അവിടെ ചെന്നിട്ടാ. പിന്നീട് ഞാൻ ഭൂമിയിൽ പോയി വീണ്ടും പിറന്ന് നിക്കോദമസ് പറയുന്നത് ഞാൻ അതിനുവേണ്ടി എടുക്കാൻ വേണ്ടി വന്നത്. വീണ്ടും ചരിക്കാൻ നടക്കത്തില്ല. ഇത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർക്ക് ശിക്ഷാവിധി ഇവിടെയല്ല, അത് വരാനിരിക്കുന്നതേ ഉള്ളൂ അവരുടെ ശിക്ഷാവിധിയൊക്കെ. നമ്മുടെ ശിക്ഷാവിധി എവിടെയെന്നറിയാമോ? ഇപ്പൊ അടി കിട്ടിക്കൊണ്ടിരിക്കുക, ഇഷ്ടംപോലെ കിട്ടിക്കൊണ്ടിരിക്കുക. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്നേഹവാനായ കർത്താവായതുകൊണ്ടാണ്. അത് തല്ലി കിട്ടുന്നതുകൊണ്ടാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അഹങ്കരിച്ച് വഴി പോയെന്ന് ഓർത്താൽ മതി. പൗലോസിനും കൊടുത്ത് നല്ല കുട്ടിച്ചാത്തന അല്ലേ. എത്ര വർഷങ്ങളാ അത് പുള്ളി കണ്ണൊക്കെ പഴുത് ചീഞ്ഞിട്ടും അല്ലേ. നമ്മളൊക്കെ ആണെങ്കിൽ പറയും അങ്ങോട്ട് കൽപ്പിച്ചാൽ മതി ബ്രദർ എന്നൊക്കെ പറഞ്ഞ് പുതിയ കണ്ണ്. ദൈവം നന്മക്ക് വേണ്ടിയാണ്. നമുക്ക് ആ ദൈവത്തിൻ്റെ ആ സ്പിരിച്വൽ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ, ആ വചനങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റും. അത് മറ്റു വ്യക്തി പറഞ്ഞ നീതിയുടെ വചനങ്ങൾ, യാക്കോബിന്റെ ഭാഷ പറഞ്ഞ നീതിയുടെ വചനങ്ങൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഇതോടുകൂടിയാണ് നമ്മുടെ ഫിസിക്കൽ ബർത്ത് സമാപിക്കുന്നത് അല്ലേ. ഏതോടുകൂടിയാ? ജാതികളുടെ ഈ 7 ഉയർപ്പ് നമ്മൾ പഠിക്കും. പിന്നീട് 7 ഉയർപ്പിൻ്റെ നിരകളാണ് ന്യായവിധി. 7 ഉയരണം. അത് 5 എണ്ണം ഇപ്പോൾ കർത്താവിൻ്റെ 1000 ആണ്ടിന് മുമ്പായിട്ട് സംഭവിക്കും. ബാക്കി 2 സംഭവിക്കാൻ പോകുന്നത് 1000 ആണ്ടിന് ശേഷമാണ്. അന്ന് സംഭവിക്കുന്ന കാര്യമാണ് ഇത്. അന്നാണ് ഈ ഫിസിക്കൽ ബർത്തിൽ ജനിക്കുന്ന ദുഷ്ടന്മാരായ രക്ഷിക്കപ്പെടാത്തവരുടെ ന്യായവിധി. ഇതോടുകൂടിയാണ് അവരുടെ ശിക്ഷാവിധി തീരുന്നത്. ഇതുമാകട്ടെ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്ര ക്ലിയർ ആണോ? അല്ലേ. ഫിസിക്കൽ ബർത്ത് കൊണ്ട് നമുക്ക് എന്തുണ്ട്? ഫിസിക്കൽ ബർത്തുണ്ട്. അത് നമ്മുടെ തലയിൽ എന്തായിട്ട് ജനിച്ചത്? ഒരു കുറ്റപത്രം, ശിക്ഷാപത്രം അല്ലേ, കുറ്റപത്രമായിട്ട് ജനിച്ചത്. അതിൻ്റെ ആരെ കയ്യിലിരിക്കുന്നുണ്ട്? കർത്താവ് ക്രൂശിൽ മരിച്ചത് സകല മാനവരാശിക്ക് വേണ്ടി. അതുകൂടി ഞാൻ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് സംശയം വരാനില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കർത്താവ് ക്രൂശിൽ മരിച്ചത് സകല മനുഷ്യർക്കാണ്. അത് മുസ്ലിം ആവട്ടെ, ഹിന്ദു ആകട്ടെ, ബുദ്ധനാകട്ടെ, ആർക്കുമാകട്ടെ, എല്ലാവർക്കുമാ. നമുക്ക് വേണ്ടി അങ്ങനെയും പറയാം.
കർത്താവ് ക്രൂശിൽ മരിച്ചത് എല്ലാ മാനവരാശിക്ക് വേണ്ടിയല്ലേ, അതുകൊണ്ട് കുറ്റപത്രം നമ്മുടെ മേൽ ഇനി ഇല്ല എന്ന് നമുക്ക് വേണ്ടി വാദിക്കാം. പക്ഷെ നടക്കത്തില്ല. ആ കുറ്റപത്രം കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ അത് പിടിച്ചു പറിച്ച് ക്രൂശിൽ തറച്ച് എന്നെ സ്വതന്ത്രമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് അതെനിക്ക് അനുഭവമായി മാറുന്നത്. മനസ്സിലായി കാണുമല്ലോ, രണ്ട് വശങ്ങളുണ്ട്. കാരണം ഇന്ന് ഇഷ്ടംപോലെ ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട് കർത്താവ് ക്രൂശിൽ മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. അവൻ നേരത്തെ കൊലോസ്യർ 2-ാം അധ്യായത്തിലും എഫെസ്യർ 2-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് പോലെ ആ കുറ്റപത്ര ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്നു. അത് 2:17 ഞാൻ പറയും, ഉൽപ്പത്തി 2:17 നന്മ തിന്മ വിഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കുമെന്ന് പറഞ്ഞ ആ ശിക്ഷാവിധി കർത്താവ് പിടിച്ചു പറിച്ചിട്ട് ക്രൂശിൽ തറച്ചു, അവനോടുകൂടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റപ്പോൾ അതും പോയി. ഇനി പിശാചിന്റെ മക്കൾ അതില്ല. അതിൽ പക്ഷേ ഇതെങ്ങനെയാണ് ഞാൻ സ്വായത്തമാക്കുന്നത്? വിശ്വാസത്താൽ. അതുകൊണ്ട് ജാതികൾക്ക് അത് കിട്ടാത്തതുകൊണ്ടാണ് അറിയാമോ, അവർക്ക് വേണ്ടി കർത്താവ് മരിച്ചത്. ഞങ്ങളുടെ വീടിന് അപ്പുറത്ത് ജീവിക്കുന്ന അല്ലേ രമേശനും, രക്ഷിക്കപ്പെടാത്ത രമേശനും അല്ലേ, അബ്രഹാമും ഇബ്രാഹിമിക്കൊക്കെ അല്ലേ അവർക്ക് വേണ്ടി കർത്താവ് മരിച്ചത് ശരിയാ. പക്ഷേ അവർ വിശ്വസിച്ചാൽ ഇത് അവർക്ക് ലഭിക്കും, അല്ലത് കിട്ടത്തില്ലത്. സത്യം മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സുവിശേഷം പറയുമ്പോൾ ഇതൊക്കെ പറഞ്ഞ് വിശദമായി നമുക്ക് കൊടുക്കുക, അല്ലാതെ നമ്മൾ അവിടെ ഇവിടെ തൊട്ടും തൊടാതെന്ന് സുവിശേഷം പറയരുത്. കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. തീർച്ചയായും ദൈവം നമുക്ക് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് അത്ഭുതങ്ങൾ അടയാളമൊക്കെ ചെയ്ത് അനേകം കർത്താവ് നേടാൻ കഴിയും. നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത് ഫിസിക്കൽ ബർത്ത് മാത്രമല്ല, സ്പിരിച്വൽ ബർത്ത് കൂടെയുണ്ട്. അപ്പോൾ ഫിസിക്കൽ ബർത്ത്, ഞാൻ ഭൂമിയിൽ ജനിക്കുമ്പോൾ എനിക്ക് എല്ലാവിധ അലവൻസും എല്ലാ അവകാശങ്ങളും ആധാർ കാർഡും എല്ലാം കിട്ടുന്നുണ്ട്, വോട്ടർ ലിസ്റ്റ്, വോട്ടറിൽ ഒട്ടിടാനുള്ള അധികാരങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കൂടാതെ അച്ഛൻ്റെ എല്ലാവിധമായ ദുശീലങ്ങളും നല്ല ശീലങ്ങളും ഒക്കെ നമ്മുടെ അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കണം വരും ദിവസങ്ങളിൽ വരുമ്പോൾ നമുക്ക്. അത് മാത്രമല്ല, നാം വളരുന്ന പിന്നീട് പഠിക്കുന്ന നമ്മൾ വളരുന്ന കൾച്ചറില്ലേ, ചേരിയിൽ വളരുകയാണെങ്കിൽ ഇടയ്ക്ക് ആരോ പറഞ്ഞത് അത് ആ ലാംഗ്വേജ് വരും. അതുപോലെ ലോകക്കാരനായി ജാതീയ മനുഷ്യനാവുന്നാൽ അവൻ നല്ല ഒരു കുടുംബത്തിൽ ജനിക്കുമെങ്കിൽ അതിനതിൻ്റെ സ്വഭാവം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതുപോലെ ഇപ്പോൾ പിന്നീട് വരും നമ്മൾ ഈ സ്പിരിച്വൽ ബർത്തോടെ ബന്ധത്തിൽ പിന്നീട് പഠിക്കുമ്പോൾ നമുക്ക് ആഴമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊക്കെ പറയുന്നത് ഒന്ന് ചിന്തിച്ചു വെക്കാൻ വേണ്ടി മാത്രമാണ്. സ്പിരിച്വൽ ബർത്ത് എന്ന് പറയുന്നത്, ആത്മീയ ജനം എന്ന് പറയുന്നത്, ഈ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഏറ്റവും അധികമായിട്ട് നല്ല സുവിശേഷം പറയുന്ന വാക്യമാണ് യോഹന്നാൻ 3-ാം വാക്യം മുതൽ 3-5 വാക്യം. ഇത് 2 വാക്യമാണ് ഏറ്റവും നല്ല പറയുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ദൈവരാജ്യം എന്ന ക്ലാസ്സിൽ മാത്രം നിൽക്കാം, അല്ലെങ്കിൽ ഈ വാക്യം എടുക്കാൻ പോയി ഒരുപാട് സമയം നമുക്ക് എടുക്കേണ്ടി വരും. 1-ാം വാക്യം, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ പുള്ളി നിസ്സാര പുള്ളിയല്ല, എന്താ പറയുക, 70 പേരടങ്ങുന്ന സന്നദ്ധി സംഘത്തിലെ അംഗമാണ്, പ്രമാണിയാണ്, ബൈബിൾ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ഈ പുള്ളിയെക്കുറിച്ച് അറിയാം. എന്തുമാകട്ടെ, ഈ പുള്ളിക്കാരൻ ഒരുപക്ഷേ പ്രമാണി ഏറ്റവും വലിയ ആളാ. രാത്രി കർത്താവിൻ്റെ അടുക്കൽ വരുന്ന അല്ലേ, രാത്രി ഇങ്ങനെ പറയുന്നത്, അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യാൻ ആർക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. നല്ല മനസ്സോടുകൂടി തന്നെയാ അദ്ദേഹം യേശുവിൻ്റെ അടുക്കൽ വന്നത്. നമുക്കറിയാം അല്ലേ, വലിയ പുള്ളിക്കാരനാ, 70 പേരടങ്ങുന്ന സന്നദ്ധിയും സുപ്രീം കോടതിയുടെ മെമ്പറാ പുള്ളി. സുപ്രീം കോർട്ടിലെ ഒരു അഡ്വക്കേറ്റ് പോലത്തെ ആളാ, വലിയ മെമ്പറാ പുള്ളി. പക്ഷേ പുള്ളിക്ക് എവിടെയോ ക്ലിക്കായി. ഈ പറഞ്ഞ കർത്താവ് സാധാ ആളൊന്നും അല്ല. അദ്ദേഹം പറയുന്നില്ലേ, നീ ഉപദേഷ്ടാവ് വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു, ദൈവം നിന്നോടുകൂടി ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും. അപ്പോൾ എവിടെയൊക്കെ മനസ്സിലായി പുള്ളിക്കത്. അതുകൊണ്ടാണ് പുള്ളി രാത്രി, വലിയ ആളാണല്ലോ, നാൾക്കാരുണ്ടാകാൻ വേണ്ടി രാത്രി ഒളിച്ചും വരുന്നത്. പക്ഷേ ഒരു സൈലന്റ് വിശ്വാസിയാണ് പുള്ളി. ഞാൻ ഒരിക്കൽ പണ്ട് തേനി ചിന്നമണൂർ സ്ഥലത്ത് ഞങ്ങൾ വർഷങ്ങൾ ബൈബിൾ ക്ലാസ് വെച്ചു. അന്ന് ഞങ്ങൾ ലോഡ്ജിൽ താമസിച്ചത്. അന്ന് ലോഡ്ജിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു വാച്ച്മാൻ എന്നല്ലേ പറയണത്, എന്താ പറയുക, കെയർടേക്കർ പോലത്തെ ആളില്ലേ, അങ്ങനത്തെ ആളുണ്ടല്ലോ, ഒരു പെട്ടെന്നൊന്ന് പറയാം, പെട്ടെന്നൊരു പറയേ, പെട്ട എന്തോ സാധനം അവരെ വാക്കതാ. ഇങ്ങനെ ചന്ദനമല്ല, ഒരു ഇതൊക്കെ തൊട്ടിട്ട് തൊട്ടിട്ട് ഇങ്ങനെ ഇവിടേക്ക് തൊട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും ആ മനുഷ്യൻ. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും കണ്ടിന്യൂസ് ബൈബിൾ ക്ലാസ് അവിടെ വെച്ചിട്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം എന്ന് ഞങ്ങൾ കാണുമ്പോൾ പുള്ളി ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്, പാസ്റ്റർമാരെന്നൊക്കെ പറയുമ്പോൾ ഒത്തുകൊണ്ട് ഞങ്ങൾക്ക് വരുമ്പോൾ ഭയങ്കര സ്നേഹമാണ് പുള്ളിക്ക് ഞങ്ങളോട്. ഞങ്ങൾക്ക് എന്തെങ്കിലും ചായയൊക്കെ മേടിച്ച് തരിയൊക്കെ ചെരുകി ചെയ്യും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച്, എന്ത് നല്ലൊരു മനുഷ്യൻ, ഇത്രയും ഒരു ജാതീയ മനുഷ്യന് പോലും ഇത്ര സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളിപ്പോൾ പറയും. പക്ഷേ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി ഇതുപോലെ നിക്കോമോസ് വന്നതുപോലെ രാത്രി ഞങ്ങളുടെ അടുക്കിലേക്ക് വന്ന എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയുക, ഞാൻ സൈലന്റ് വിശ്വാസിയാണെന്ന്.
ഞാൻ ആ വാക്ക് ഇന്ന് എൻ്റെ തലയിൽ ഇന്ന് നല്ല ചെവിയിൽ മുഴങ്ങുകയാണ്. ഞാൻ ആരാണ്? ഈ നിക്കോദമസിനെ പോലെ രാത്രി യേശുവിന്റെ അടുക്കൽ വന്ന സൈലന്റ് വിശ്വാസി. പുള്ളി അടുത്ത വാക്യം പുള്ളി പറയാ, ഞാൻ പാസ്റ്ററായിരുന്നു, 25 വർഷം ഞാൻ പാസ്റ്ററായിരുന്നു. പക്ഷേ ജോലി കിട്ടാതെ വന്നപ്പോൾ, ജോലി അവിടുത്തെ തമിഴ്നാട്ടിലെ കാര്യം അറിയാലോ, ഈ സാധനമൊക്കെ അവിടെ രാവിലെ ഈ ഒച്ചപ്പാട് ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പരിപാടിയും. അതുകൊണ്ട് ഞാനിപ്പോൾ മനഃപൂർവ്വം ചെയ്തതാ. പക്ഷേ എൻ്റെ അകത്ത് എന്തുണ്ട്? ക്രിസ്തുവുണ്ട്. ഞാൻ സൈലന്റ് വിശ്വാസിയെ. അപ്പോൾ നമുക്കറിയാം എന്തോട്ടെ. ഞാൻ പറയാം, ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗം. ഇന്ന് ഈ ഒരു എന്താ പറയുക, ഇന്നലെ സംഭവിച്ച പോലെ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭയാനകമായ ഒരു വാക്കുകളൊക്കെയാണ്. അപ്പം ഇതുപോലെ ഈ സൈലന്റ് വിശ്വാസി വന്നാലും നമുക്കറിയാം, ലാസ്റ്റ് ഈ യോഹന്നാൻ 19:39 പറയുന്നുണ്ട്, കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോഴേ ആ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന് നിക്കോദമസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. പക്ഷേ സൈലന്റ് വിശ്വാസിയാണെങ്കിലും കർത്താവ് മരിച്ചപ്പോൾ പുള്ളിക്ക് കാര്യം പിടുത്തം കിട്ടി. അന്ന് മുതൽ പുള്ളി സൈലന്റ് അല്ല, വയലന്റ് വിശ്വാസിയായി കാണും പുള്ളി മിക്കവാറും. ഞാൻ ആ വാക്യം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സൈലൻ്റായിട്ടാണ് വന്നത്, പക്ഷേ സത്യങ്ങൾ ഗ്രഹിക്കാൻ തുടങ്ങി. അവൻ ക്രൂശിൽ ഇതുപോലത്തെ വേണമെങ്കിൽ ഈ പുള്ളിക്കാരൻ നിക്കോദമസ് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ഞാൻ വിചാരിച്ചു ഈ പുള്ളിക്കാരൻ ദൈവത്തിൽ നിന്ന് വന്നായിരിക്കും. പക്ഷേ മനുഷ്യൻ ചാകുന്നത് പോലെ, ഒരു ഒരു സാധാ മൃഗങ്ങൾ മരിക്കുന്നത് പോലെ ഒരാൾ വെറുതെ മരിച്ചു വീഴുന്നു എന്ന് പറഞ്ഞവൻ തള്ളിപ്പറഞ്ഞു പോകാമായിരുന്നു. പക്ഷേ ആ മർമ്മം മനസ്സിലായി. കാരണം പുള്ളിയും ക്രൂശിലേക്ക് നോക്കിക്കാണും. കാരണം അറിയാമോ, ഇതുപോലെ മറ്റുള്ളവരെ ദുഷിച്ചും പഴിച്ചും നിന്ദിച്ചും പരിഹസിച്ചുമാ അനേക ജാതികൾ മനുഷ്യർ മരിക്കുന്നത് അല്ലേ. ഇതല്ലാതെ വ്യത്യസ്തമായ ഒരു മരണം അദ്ദേഹം കണ്ടു കാണും അല്ലേ. ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്തെന്നറിയാതെ അറിയുന്നില്ല അല്ലേ, അവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മരിക്കുന്ന ഒരു മനുഷ്യനെ ആദ്യമായി ആ പുള്ളി കണ്ടു കാണും അന്ന്. അതുകൊണ്ട് അന്ന് മുതൽ പുള്ളി സൈലന്റ് അല്ല, വയലന്റ് വിശ്വാസിയായി കാണും. എക്സാമ്പിൾ പറഞ്ഞ് മാത്രമേ ഉള്ളൂ, വിചാരിച്ചേക്കേണ്ട. അപ്പം നമുക്കറിയാം അത് നമുക്ക് വാക്യത്തിൽ കടന്നു വരാം. എന്നിട്ട് പറയാം, പരീശന്മാരെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായ നിക്കോദമസ് എന്ന ഒരു പേരുള്ള മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു. അവനോട്, റബ്ബി, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞു. 3-ാം വാക്യം, 3ഉം 5ഉമാണ് നമുക്ക് വേണ്ട വാക്യങ്ങൾ. 3-ാം വാക്യം പറയുന്നു, യേശു അവനോട് പറയാം, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് കർത്താവ് പറഞ്ഞു കൊടുക്കുക. കർത്താവ് 2 പറയുന്നത്, ആമേൻ ആമേൻ, സത്യം സത്യമായി. വാക്കുകളെ ഭയങ്കര വാക്കാണ്. നമ്മളിവിടെ ഉണ്ട്, അവിടെ പറയുന്നുണ്ട് വെർലി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ കർത്താവ് അമ്മയാണ് സത്യം എന്നൊക്കെ പറയും. കുട്ടികളാമ പറയാറില്ലേ, അമ്മയാണ് സത്യം എന്ന് പറഞ്ഞ പോലെ കർത്താവ് സത്യമിട്ട് പറയുന്നൊരു വാക്യമാണത്. അപ്പോൾ നിസ്സാര കാര്യമല്ല ഈ കാര്യം. വീണ്ടും ജനനമെന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് പറയുക. അപ്പോൾ ഈ നിക്കോദമസിന്റെ വിചാരം, അദ്ദേഹം ഒരു പരീശനാണല്ലോ, അല്ലെങ്കിൽ യഹൂദനാണല്ലോ. അദ്ദേഹത്തിൻ്റെ വിചാരം ഈ കർത്താവ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് എല്ലാവരെയും കൊന്നു, റോമ പട്ടാളക്കാരെ കൊന്നു മുടിച്ചിട്ട് ഞാൻ നാളെ രാവിലെ രാജാവായിട്ട് കയറിയിരിക്കും, ഞങ്ങളെ കൂടി ഭരിക്കും എന്നൊക്കെ പറയുന്ന ചിന്തയാണ് ഈ പുള്ളിക്കകത്ത് കിടക്കുന്നത്. അതുകൊണ്ട് പുള്ളിയും വിചാരിച്ചത് അതാ. പക്ഷേ ഇതല്ലെന്ന് കർത്താവ് തെളിയിച്ചു കൊടുക്കുക. കാരണം അറിയാം, പുള്ളിക്കകത്ത് നമ്മളെ പോലെയൊക്കെ തന്നെ കർത്താവ് രാജാവായ ഞാൻ വലിയ പുള്ളിയാണല്ലോ, എനിക്കും കൂടെ ഭരിക്കാതൊക്കെ പറഞ്ഞ് കാത്തിരിക്കുക. അതുകൊണ്ടാണല്ലോ ഈ രാത്രിക്ക് വന്ന് ചോദിക്കുന്നത്. നല്ല മനുഷ്യനാണ്, നല്ല കാര്യമാണ്. പക്ഷേ കർത്താവ് പറയുക, അതുകൊണ്ടൊന്നും കാര്യമില്ല. പണ്ടൊരു കൊറോണോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ലേ, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തൊക്കെയാ പറഞ്ഞത്? ഭക്തനായിരുന്നു ഇല്ലേ. അത് പറയാൻ പോയി 5-6 കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഒരു ജാതീയ മനുഷ്യന്റെ ഗുണവിശേഷങ്ങൾ എഴുതി വെച്ചിരിക്കുക അവിടെ. മീൻസ് ദൈവത്തെ അറിയാത്ത, ദൈവത്തെ ഒരു പെന്തക്കോസ്തുകാരനറിയാത്ത ഒരു മനുഷ്യന്റെ ഗുണവിശേഷം അത്രയ്ക്കുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ കർത്താവ് എടുത്തു പറയുന്നത്, യേശു അവനോട്, ആമേൻ ആമേൻ, സത്യം സത്യമായി പറയാ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ. ഒരു വാക്യം, നമ്മുടെ വിഷയം ദൈവരാജ്യമായതുകൊണ്ട് ഞാൻ 2 വാക്യം പെർക്കിങ് എടുക്കുക. എന്തൊക്കെയാ? ദൈവരാജ്യം കാണുവാൻ. ഞാനിത് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടിയല്ല, ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവരാജ്യം കാണണമെങ്കിൽ എന്ത് സംഭവിക്കണം? സത്യം സത്യമായി കർത്താവ് പറഞ്ഞ കാര്യമാണ്. എന്താ? നീ വീണ്ടും ജനിക്കണം, പുതുതായി ജനിക്കണം, ന്യൂ ബർത്ത് സംഭവിക്കണം, രക്ഷിക്കപ്പെടണം, ഉയർത്തി ജനിക്കണം. പല വാക്കുകൾ അതൊക്കെ. ഇതൊക്കെ നീ സംഭവിച്ചാൽ മാത്രമേ നിനക്ക് എന്ത് കാണാൻ കഴിയത്തുള്ളൂ? ദൈവരാജ്യം കാണാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് പറയാ, ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയില്ല എന്ന് ഉത്തരം പറയുക. അപ്പോൾ വീണ്ടും ജനനത്തിലൂടെ മാത്രമേ ദൈവരാജ്യത്തെ ദൂരെ നിന്ന് കാണാൻ കഴിയത്തുള്ളൂ. നമുക്കറിയാമല്ലോ, ഞാൻ മോശയെക്കുറിച്ച് പഠിക്കുമ്പോൾ 40-ാമത്തെ വയസ്സിൽ നാട് വിട്ടുപോകും. എന്താ പറയുക, വലിയ രാജാവാകേണ്ട, എന്താ പറയുക,
വലിയ ആളാവേണ്ട, രാജാവാകേണ്ട മനുഷ്യൻ, അടുത്ത ഫറവോനാകേണ്ട മനുഷ്യൻ 40 വർഷം പിന്നെ കർത്താവ് കൊണ്ടുപോയിട്ട് മരുഭൂമിയിലിട്ട് കഷ്ടപ്പെടുത്തുകയാണ്. പിന്നീട് മടങ്ങി വന്ന് 40 വർഷത്തെ ശേഷം പിന്നീട് 40 വർഷം മിനിസ്ട്രിയാണ്. 120 വർഷമുള്ള പുള്ളി ആയുസ്. പിന്നെ 40 വർഷം മിനിസ്ട്രിയാണ്. മിനിസ്ട്രിയുടെ ഈ 40 വർഷം കഷ്ടം അനുഭവിച്ചതും ഈ മിനിസ്ട്രിയിൽ 60 ലക്ഷം ഇസ്ലാം മക്കളുടെ പിറുപിറുപ്പും അല്ലേ, അവരുടെ നമ്മൾ അവരെ കുറിച്ചൊക്കെ പഠിച്ചാലുണ്ടല്ലോ നമ്മൾ പുള്ളി ചെയ്തത് കുറവായി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. സഹിക്കാൻ ഇവിടെ 10-20 നമുക്ക് തന്നെ അറിയാം അല്ലേ, അത് വല്ലാതെയാണ് നമുക്കറിയാൻ കഴിയുമത്. ആ പുള്ളി പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ ഈ മോശയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴേ നമ്മൾക്ക് മനസ്സിലായത് ആ മനുഷ്യനൊരു മോഹം ഉണ്ടായിരുന്നു. കാറ് മേടിക്കണം, വീട് മേടിക്കണം, ബംഗ്ലാവ് കിട്ടുന്ന കാര്യമൊന്നുമല്ല, കനാൽ ദേശം കിട്ടുമെന്നുള്ള, എനിക്ക് അവിടെ പോയി എനിക്കതിൽ പാർക്കണമെന്നുള്ള ഒരൊറ്റ മോഹമാണ്. ഈ 60 ലക്ഷം ഈ ജനത്തെ സഹിച്ചത് പുള്ളി. കൈവിട്ടു പോയത് വേറെ കാര്യം, അത് പോട്ടെ, നമുക്കറിയാം. ഒരൊറ്റ വാക്കിൽ, ഒരു വാക്കാ റിബലി എന്ന് പറഞ്ഞ വാക്കാണ് അവിടെ കിടക്കുന്നത്. ആ ഒരൊറ്റ വാക്കിലാണ് മോശ വീട് പോയത്. ഇല്ലെങ്കിൽ കാരണം അതേ വാക്ക് തന്നെ ഇസ്ലാം മക്കൾക്ക് സംഭവിച്ചത്. അവരും മത്സരിച്ചു എന്ന വാക്ക് പറഞ്ഞുകൊണ്ടാണ് ദൈവരെ 10 പ്രാവശ്യം പാപം ചെയ്തിട്ട് ദൈവം തള്ളിക്കളയും. 10 പ്രാവശ്യം റിബലീൻ എന്ന വാക്ക്, മത്സരം, അതേ വാക്ക് തന്നെയാണ് മോശയും ചെയ്ത ഒറ്റ കുറ്റമാണ്. ഞാൻ പറഞ്ഞത് ആ മോശക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അറിയാമോ, ആ കനാൽ ദേശത്തിൽ എനിക്ക് കടക്കണം. ഒരൊറ്റ ആഗ്രഹത്തിലാണ് ആ മനുഷ്യൻ ഈ ജനമുത്തെ മുഴുവൻ സഹിച്ചത്. ഇല്ലെങ്കിൽ സഹിക്കാൻ പറ്റില്ല നമുക്ക്. ഞാൻ പറയാം, ഒരു ദൈവദാസന്, ഒരു ഇടയന്, ഒരു മൂപ്പന്മാർക്ക്, സഭയെ നയിക്കുന്ന മൂപ്പന്മാർക്ക്, ഞാൻ പറയാം, സഭയിലെ ലോകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വരുന്ന ആ ലോക സ്വഭാവമുള്ള ജനങ്ങളെ നയിച്ചുകൊണ്ട് നിത്യത്തിലേക്ക് പോകണമെങ്കിൽ, ആ മനുഷ്യൻ വീഴാതിരിക്കണമെങ്കിൽ ആ ആഴമായ ദർശനമില്ലെങ്കിൽ വീണിരിക്കും. കാരണം ഏത് ജാതിയാണ് വരുന്നത് അറിയാമോ? നിങ്ങളൊക്കെ നല്ല ആൾക്കാരതുകൊണ്ടാണ്. ഞാനൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. തൊട്ടാ മുറിയുന്നത്. എന്താ പാസ്റ്റർ ഇങ്ങനെ നോക്കുന്നെന്താ? എന്തൊക്കെ ചോദ്യങ്ങളോട് ചോദിച്ചറിയുമോ? തൊട്ടാ മുറിയുന്ന പാറക്കഷ്ടമൊക്കെയാ. ഞാൻ ആലയത്തെക്കുറിച്ച് പറയുമ്പോൾ ആഴമായി പിന്നീട് പഠിക്കും നമ്മൾ അതിനെക്കുറിച്ച്. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കണം. അപ്പോൾ ഈ അദ്ദേഹത്തിന് ദൈവരാജ്യം കടക്കാൻ കഴിഞ്ഞില്ല. എന്ത് പറ്റിയെന്നറിയാമോ? മലയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് കർത്താവ് പറഞ്ഞു, നീ കണ്ടോ, നിനക്ക് കടക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു ദൈവരാജ്യത്തെക്കുറിച്ച്. ആ ഒരു മനസ്സ് നിങ്ങൾ ഇരിക്കട്ടെ. ഞാൻ ഇതൊക്കെ ഇതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. അവിടെ യേശു പറയുക, ആമേൻ ആമേൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയത്തില്ല എന്ന് പറയാം. അപ്പൊ ഈ ദൈവരാജ്യം കാണണമെങ്കിൽ പോലും എന്ത് വേണം? വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം എന്നർത്ഥം. എന്നിട്ടും പരിപാടി മനസ്സിലായില്ല. ആർക്ക് മനസ്സിലായില്ല? കാരണം ഇദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവൻ അറിയാമോ? വേറെ കാര്യങ്ങളാ. കർത്താവ് ഇങ്ങ് വന്ന് കൊന്നു മുടിച്ച് രാജാവായി റോമ സാമ്രാജ്യത്തെ ഭരിക്കും എന്നൊക്കെ വേറെ ചിന്തയായിട്ടാണ് പുള്ളി വന്നിരിക്കുന്നത്. പുള്ളി അടുത്ത വാക്കി ചോദിക്കുക, നിക്കോദെമോസ് അവനോട്, യേശുവിനോട് ചോദിക്കുക, മനുഷ്യന് വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിക്കുക. പറ്റുമോ? ഇനി പറ്റുമെന്ന് വിചാരിച്ചോ? എക്സാമ്പിൾ പറയുക, ഞാൻ പറയുക, പറ്റുമെന്ന് വിചാരിച്ചോ? വീണ്ടും ഞാൻ ഒരു കുഞ്ഞായി അമ്മയുടെ ഉദരത്തിൽ കർത്താവൊക്കെ എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും കൊടുത്ത് അമ്മയുടെ ഉദരം കുത്തിക്കയറ്റി വീണ്ടും ജനിപ്പിച്ചാൽ ആദമിന്റെ മകനായിട്ടാണ് ജനിക്കുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും ആദമിന്റെ പാപത്തിന് വെറുഡിറ്റ് കുറ്റപത്രം തലയിൽ കിടക്കുന്ന മകനായിട്ടാണ് വീണ്ടും ജനിക്കുന്നത്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? ഒരു പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ, അല്ലാതെ കടക്കാൻ പറ്റത്തില്ല. ഇവിടെ പറഞ്ഞതുപോലെ മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് അവിടെ നിക്കോദെമോസ് അവിടെ ചോദിക്കുന്നുണ്ട്. അതിന് വീണ്ടും ഒരു തെളിയിക്കുന്നൊരു ഉത്തരം പറയുക. അതിന് യേശു ആമേൻ ആമേൻ വീണ്ടും പറയാ, അല്ലേ, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും 2 ആത്മാവാലും ജനിച്ചില്ല എങ്കിൽ. അപ്പൊ രണ്ടാമത്തെ വിഷയം വരിക, നമ്മൾ പഠിക്കാൻ പോവുകയാണ് കേട്ടോ അതിനെക്കുറിച്ച്. രണ്ടാമത്തെ വിഷയം പറയുക, ദൈവരാജ്യത്തെ കടപ്പാൻ കഴിയത്തില്ല. അപ്പൊ ഒന്നാമത്തെ വിഷയം, വീണ്ടും ജനനത്തിലൂടെ മാത്രമേ ദൈവരാജ്യം കാണുവാൻ കഴിയത്തുള്ളൂ. രണ്ടാമത്, വെള്ളത്താലും. ഞാൻ ഈ വിഷയം ബൈബിൾ എന്താ പറയുക, ഉപദേശകന്മാരുടെ ഇടയിൽ തല്ലുപിടിക്കുന്ന പ്രശ്നമാണത്. ഇന്നും ഇതിന് ഒരു യഥാർത്ഥമായ വീണ്ടും ജനനത്തെക്കുറിച്ച് യഥാർത്ഥമായ ഒരു ബൈബിൾ സ്റ്റഡി, ഒരു വെളിപ്പാട് ഇന്നുവരെ ഞാൻ കേട്ടിട്ടില്ല. എന്താ പറയുക, തമ്മിൽ ഉപദേശത്തിൽ പിശകുള്ള ഒരു വചനമാണ് ഈ വചനം. കാരണം ഞാൻ ഇവിടെ പറയുന്നുണ്ട്, വെള്ളത്താലും ആത്മാവിലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ. അപ്പോൾ ദൈവരാജ്യമൊക്കെ മാറ്റിവെക്ക്. അവിടെ തല്ലുപിടിക്കുന്ന വിഷയം വെള്ളത്താലും ആത്മാവിനാലും. വെള്ളം എന്ന് പറയുന്നത് ഒരുപാട് കൂട്ടരുണ്ട്. ഞാൻ ഉപദേശങ്ങളിലൊക്കെ പറയാൻ പോയാൽ വേറെ ലെവലിലേക്ക് ക്ലാസ് പോകും. അതുകൊണ്ട് ആ വെള്ളം വചനമാണെന്ന് പത്രോസ് ഒരുപാട് വാക്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്ന വലിയൊരു സമൂഹം ഈ ലോകത്തിലുണ്ട്. വെള്ളം എന്താണ്? വചനമാണ്. ആ വചനത്താലും
ആത്മാവിനാലും ജനിക്കണമെന്ന് ഒരുപാട് വിശ്വസിക്കുന്ന കൂട്ടർ വേറെയുണ്ട്. രണ്ടാമത് ഈ വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്, അല്ലേ? ആ ജീവജലാദികൾ ഒഴുകുമെന്നൊക്കെ പറയുന്ന ഏഴാം അധ്യായത്തിൽ പറയുന്നില്ലേ? ഉത്സവത്തിൻ്റെ ദിവസമായ എന്നൊക്കെ പറഞ്ഞ് ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് തന്നെയാ വെള്ളമായി പറയുന്ന ഒട്ടനവധി ഉപദേശങ്ങൾ. ലോകത്തിൽ നല്ലൊരു ശതമാനം വിശ്വസിക്കുന്ന ആൾക്കാർ ഈ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാ. പക്ഷേ ഇത് നിങ്ങൾക്ക് എടുക്കണം അത് ഞാൻ പറയുക, നമ്മളതൊക്കെ വീണ്ടും ജനിക്കപ്പെട്ട ആൾക്കാരാ. നീ ഈ വിഷയം എടുക്കണം അല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ ഉപദേശത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒന്നും അല്ല ഇത്. കാരണം ഇന്നും ഇതിനെക്കുറിച്ച് ആർക്കും വെളിപ്പാട് ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവരാജ്യത്തിന് കൂടി നമ്മൾ നോക്കുമ്പോൾ, ദൈവരാജ്യത്തിൻ്റെ ആ മർമ്മത്തിലൂടെ, ആ ദൈവരാജ്യം എന്ന് പറയുന്ന ആ രാജ്യത്തിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് ഇത് അല്പമായി പറയാൻ വേണ്ടിയാണ്. ഈ വാക്യത്തിൽ മാത്രം നിൽക്കുന്നുള്ളൂ, ഞാൻ വേറെ മറ്റൊന്നും പറയത്തില്ല. അവിടെ പറയാം, ഒന്ന് പറയാം. ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. വെള്ളത്താലും ഇവിടെ തൊട്ടുപാളി പറയാ, ആമേനാമേൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവം. അപ്പോൾ പുതുതായി ജനിച്ചാൽ മാത്രമേ ദൈവരാജ്യം കാണുവാൻ കഴിയത്തുള്ളൂ. അപ്പോൾ വീണ്ടും ദൈവരാജ്യത്തിനകത്ത് ജനിക്കുക. ഇവിടെ എന്താ പറയുന്നത്? പുതുതായി ജനിക്കുന്നത് എവിടെയാ പുതുതായി? പിന്നീട് പഠിക്കും. നമ്മൾ ജനിക്കുന്നത് നമുക്ക് തോന്നുന്നു ന്യൂ ലൈഫിലാണ് ജനിച്ചത്. ഞാൻ ജനിച്ചത് ന്യൂ ലൈഫിലാണ്, അല്ലേ? നിങ്ങളൊക്കെ ഭൂരിഭാഗം ആൾക്കാർ ന്യൂ ലൈഫ് ജനിച്ച ആൾക്കാർ എവിടെയൊക്കെ? നമ്മൾ വ്യത്യസ്തമായ സഭയിൽ ജനിച്ചു, നമ്മളിന്നിവിടെ കൃപയാൽ ഇവിടെ ആയിരിക്കുന്നു. കുഴപ്പം വിട്ടേക്ക്, അതൊക്കെ വിഷയമല്ല. പക്ഷെ നമ്മൾ വിചാരിക്കും ന്യൂ ലൈഫിലാണ് ജനിച്ചതെന്ന്. അല്ല, നമ്മൾ ജനിച്ചത് ന്യൂ ലൈഫിലല്ല. ദൈവരാജ്യം ഒരു സ്പിരിച്വൽ, ഒരു വേറൊരു അതോറിറ്റി നമ്മുടെ ഇടയ്ക്കിലേക്ക് വരികയാണ്. ഞാൻ ഭൂമിയിൽ അപ്പൻ്റെ മകനായി, എൻ്റെ PS കോബിയുടെ മകനായി ജനിക്കുമ്പോൾ എനിക്ക് സഹായിക്കുവാൻ ഗവൺമെൻറ് ഉണ്ട്, അല്ലേ? എന്തോ ആവശ്യമില്ല, കൊച്ചു പ്രൊഫഷൻ ആയതുകൊണ്ട് ഹെൽത്തിലെ എല്ലാ സഹായവും ആ സമയത്ത് വണ്ടിയുടെ ലൈസൻസ് പോലെ എനിക്ക് വീട്ടിൽ കൊണ്ടു തന്നു. കാരണം അത് എൻ്റെ അച്ഛൻ അവിടെ ആയതുകൊണ്ട് എന്തൊക്കെ വേണോ അതൊക്കെ നമുക്ക് വീട്ടിൽ കിട്ടും. പിന്നീട് കലാപരിപാടി വീട്ടിൽ അത് വേറെ നമുക്ക് പറയാൻ കൊള്ളത്തില്ല. അപ്പോൾ അത് വിട്ടേക്ക്. അപ്പോൾ എന്നോട് അറിയാമോ, ഈ ഗവൺമെൻറ് എല്ലാം നമുക്ക് വന്നു കൂടുതൽ തരികയാണ്. ഞാൻ എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാനിവിടെ ജനിച്ചത് കൊണ്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു എല്ലാം. പക്ഷേ അത് അവകാശമായി, അടുത്ത വാക്യം പറയാ, അതിൽ കടക്കണമെങ്കിൽ എന്തെന്നറിയാമോ? കാണാൻ പറ്റും നമുക്ക്. നീ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ വീണ്ടും ജനിക്കപ്പെട്ട ആൾക്കാരാ, ശരി തന്നെയാ, അവർ ഈ അത്ഭുതവും അടയാളം പലപ്പോഴും കാണാറുണ്ട് പല കാര്യങ്ങളും. പക്ഷേ യേശു അവരോട് ജനങ്ങളോട് സംസാരിക്കുന്നത്, കർത്താവ് അവരോട് ഇടപെടുന്നത്, കർത്താവ് അവരുടെ വചനങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പല ആൾക്കാർ പറയും. പക്ഷെ നമ്മൾ പറയും, ഇന്ന് വരെ എനിക്കൊരു വചനം പോലും കർത്താവ് പറയാൻ. ചില ആൾക്കാർ പറയല്ലേ, എനിക്ക് ഇന്ന് വരെ ഒന്നും തന്നിട്ടില്ല കർത്താവ്. പക്ഷെ വീണ്ടും ജനിച്ചവനാണ്, ശരിയാ, വീണ്ടും ജനിച്ചിട്ടുണ്ട്. പക്ഷേ അവന് അങ്ങനെയുള്ള വ്യക്തികൾക്ക് കാണാൻ മാത്രമേ കഴിയത്തുള്ളൂ. ഇത്തിരി ചിന്തിക്കാൻ പോയി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ വിട്ടുപോയില്ലെങ്കിൽ ഈ ക്ലാസ് ഒരിക്കലും തീരത്തി. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകും. ചില കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. ഓക്കെ, നമുക്ക് ദൈവത്തെ ഈ പറഞ്ഞ കടപ്പാനും കഴിയണം. വേറൊരു വാക്യം, മൂന്നാമൊരു വാക്യം വരും, നമ്മൾ പിന്നീട് പഠിക്കും. എന്താണെന്നറിയാമോ? ദൈവരാജ്യം അവകാശമാക്കണം. കിടക്കുകയോ ഇങ്ങനെ പ്രോസസ്സ് കിടക്കുക വേറെ കാര്യം. അപ്പോൾ ഒന്ന്, ഞാൻ വീണ്ടും ജനിച്ചാലും എനിക്ക് ദൈവരാജ്യത്തിൽ നിന്ന് ഒന്നും കിട്ടണമെന്നില്ല. ഇത് ദൈവസഭക്കകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. കർത്താവിനോട് ഇന്ന് വരെ കർത്താവ് സംസാരിക്കരുത്. എത്രയോ ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കർത്താവ് പാസ്റ്റർ എന്നോട് എനിക്ക് എങ്ങനെ ലഭിക്കുന്നത്. ഒരുപാട് ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതറിയാമോ? വീണ്ടും ജനിച്ചവരാ. കർത്താവ് വീണ്ടും ജനിച്ചാൽ കാണാൻ കഴിയും. മറ്റുള്ളവർ ദൈവരാജ്യം അനുഭവിക്കുന്നതും ദൈവത്തെ അനുഭവിക്കുന്നതും ഇവന് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അല്ലേ? അവനൊരു മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല, പരിശുദ്ധാത്മാവ് ഒന്നും സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല, അവന് സങ്കടമായിരിക്കും. പക്ഷെ വീണ്ടും ജനിച്ചവനാ. എന്നാൽ മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് കാണുമ്പോൾ ഇവന് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഒന്നാമത്, ദൈവരാജ്യം നമുക്ക് കാണാൻ കഴിയും. വീണ്ടും ജനിച്ചാലും ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളും മോശ മലയിൽ കയറിയിരുന്ന് ആ കനാൽദേശം കണ്ടതുപോലെ കാണുവാൻ കഴിയും. പക്ഷേ അതിനകത്ത് കടന്നത് ആരെന്നറിയാമോ? നമുക്ക് വേറെ ആൾക്കാരെ, കാലേബ്, യോശുവൊക്കെ. നമ്മുടെ വിഷയം വെളുത്തെടുക്കാം. അജാവാക്യം പറയുന്നു അതിന് യേശു, ആമേനാമേ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ച്. രണ്ട് ജനനം പറയുക. ദൈവദാസന്മാരുടെ ഏറ്റവും കൺഫ്യൂഷനായ വാക്കാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ കേൾക്കുക, ഇല്ലെങ്കിൽ വിട്ടേക്കാം, മറന്നു കളഞ്ഞേക്കാം, അത്രേ ഉള്ളൂ. അടുത്ത വാക്യം കർത്താവ് വീണ്ടും ആമേൻ ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് പറയുക. രണ്ട് കാര്യം കർത്താവ് വെളിപ്പെടുത്തുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എങ്ങനെയാ? വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. എന്നാൽ നിനക്കൊരു ഗുണം കിട്ടും. എന്തൊക്കെ കിട്ടും? നിനക്ക് അതിനകത്ത് കടന്നിട്ട് അനുഭവിക്കാൻ പറ്റും.
മറ്റത് ജസ്റ്റ് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ അത്ഭുതം കാണാൻ വേണ്ടി ഓടുന്ന ആൾക്കാർ. ഞാൻ മനസ്സിൽ ഗ്രഹിച്ചോ നിങ്ങൾ? അത്ഭുതം കാണാൻ വേണ്ടി ഇപ്പോൾ ഒരു വലിയ ആൾ വന്നു, ഓടാ ഓട്ടം എന്നറിയാമോ? അവർ അത്ഭുതം കാണാൻ പോകുകയാ. രക്ഷിക്കപ്പെട്ടവരാ, സ്നാനപ്പെട്ടവർ, ഇവിടെയൊക്കെ റെഡിയാ അല്ലേ, സഭയിൽ അംഗമാ. പക്ഷേ എന്താണെന്നറിയാമോ? അവർക്ക് കാണാൻ കഴിയും, അനുഭവിക്കുവാൻ കടന്നാലല്ലേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഒരു ചിക്കൻ കറി അവിടെ വെച്ചിട്ട് നമ്മൾ കൊള്ളാം, സൂപ്പറാ, നല്ല മണമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയാൻ പറ്റൂ. പക്ഷെ കഴിക്കുമ്പോൾ അതിൻ്റെ ആ രുചികളും അതിൻ്റെ മഹത്വമൊക്കെ നമ്മൾ അറിയുന്നത് അല്ലേ. ഇതാരുണ്ടാക്കുന്നത് പിന്നീട് നമ്മളത് രുചിച്ച് അനുഭവിച്ചറിയുക. ഒരു പ്രാവശ്യം അനുഭവിച്ച് നമ്മൾ വിടുവോ? ഇപ്പൊ ഇന്നും ജോസിനൊക്കെ അറിയാം, ആളില്ലല്ലോ ഇവിടെ അല്ലേ, ഇന്ന് ജോസ് കൊള്ളുന്നില്ല ഇല്ല പക്ഷേ എക്സാമ്പിൾ പറഞ്ഞിട്ട് അത് തൊട്ട് വായിലേക്ക് വെച്ച് കഴിയുമ്പോണ്ടില്ല, ഓടാ ഈ പുള്ളി കൊള്ളാലെന്ന് പറയുന്ന വിടുവോ നമ്മൾ? അതുകൊണ്ട് നമ്മൾ ആ സ്ഥാന കുക്കറാക്കി വെച്ചിരിക്കുന്നത് പുള്ളീനെ മുകളിൽ. അപ്പൊ ഇത് തന്നെയാ പറഞ്ഞത്, ഇതേ തന്നെയാണ്. ഇല്ലല്ലോ അവിടെ ഇല്ലേ, ഇത് തന്നെയാ. ഏത്? ദൈവരാജ്യം അവിടെ ഇരിക്കുക. നല്ല കറി കാണാൻ പറ്റും, രക്ഷിക്കപ്പെട്ടതാ, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, പക്ഷെ കാണാൻ കഴിയും, അനുഭവിക്കാൻ കഴിയുന്നില്ല. ഇവരാണ് ഈ ദൈവരാജ്യം ദുഷിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ, കർത്താവിനെ ദുഷിക്കുന്ന ആൾക്കാർ. എല്ലായിടത്തും പോയി തലയും കുമ്പിട്ട് നോക്കും, അത്ഭുതം കാണാനോ കടക്കാനോ വചനം പഠിക്കാനോ ഒന്നും കഴിയത്തില്ല, ഒരു വാക്ക് പോലും പറയാൻ കഴിയില്ല നമുക്ക്. കാരണം എന്താണെന്നറിയാമോ? ദൈവരാജ്യം അടുത്ത പ്രോസസ്സുണ്ട്. എന്താ അടുത്ത പ്രോസസ്സ്? ഇവിടെ പറയുന്നു, ആമേൻ ഞങ്ങളോട് പറയുന്നു, വെള്ളത്താൽ മാത്രമല്ല ആത്മാവിനാലും കൂടി ജനിക്കണം. അപ്പോൾ ഒരു കാര്യം സംഭവിക്കും. എന്ത് കാര്യം സംഭവിക്കും? നമുക്ക് ദൈവരാജ്യത്തിനകത്ത് കടക്കാൻ പറ്റും. പിന്നീട് നമ്മൾ കടന്നാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഭാഗമാണ്. അനുഭവിക്കുക, കൊടുക്കുക നമ്മൾ അല്ലേ. ഇപ്പൊ കൃപാവരമുള്ളവരൊക്കെ കൊടുക്കുക, രോഗസൗഖ്യമൊക്കെ ഉള്ളവർ നമ്മൾ കൊടുക്കുക അങ്ങോട്ട്. കാരണം നമ്മുടെ അകത്ത് ഇരിക്കുക, സ്റ്റോക്ക് ഇരിക്കുക അകത്ത്. അത്രയൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്. മറ്റവരതല്ല, വീണ്ടും ജനിച്ചു, പക്ഷേ അവർക്ക് ആ ആത്മാവിൻ്റെ അനുഭവം ഇല്ലാത്തത് കൊണ്ട് അവർ എല്ലായിടത്തും പോയി ഇങ്ങനെ കറങ്ങി നടക്കുക മാത്രമുണ്ട്. പക്ഷേ അവർക്ക് യേശുവിനെയോ ദൈവരാജ്യമോ അനുഭവിക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയത്തില്ല. ഒരു ദൈവത്തിന് കേൾക്കുവാൻ സഭയോട് പറയുമ്പോൾ ചെവിയുള്ളവൻ കേൾക്കട്ടെന്ന് അറിയത്തില്ല അവർക്ക്. കാരണം അവർ കാണുന്നുണ്ട്, ദൈവം ഇടപെടുന്നു, ദൈവം അത്ഭുതം ചെയ്യുന്നു, ഇടയാളം കാണുന്നുണ്ട്. പക്ഷേ അതിൽ കടന്നാലല്ലേ അനുഭവിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയാം, ആമേൻ കൂടി പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല എന്ന് പറയുക. ആത്മാവിൽ ജനിച്ചത് ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ രണ്ട് പ്രത്യേകമായ പദങ്ങൾ അവിടെ എടുത്തു പറയുക. എന്തൊക്കെയാ രണ്ട് പദങ്ങൾ? വെള്ളത്താലും ആത്മാവിനാലും. ഇപ്പോൾ ഞാൻ പറയാം, ദൈവരാജ്യത്തെക്കുറിച്ച് ക്ലാസ്സുകൾ വളരെ കുറവാണ് യൂട്യൂബിൽ, നമുക്കറിയാം, ഞാൻ നോക്കുന്ന ആൾ, ചെക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ വിഷയത്തിൽ ഭയങ്കര തർക്കങ്ങളാണ്. ഏതൊക്കെയെന്ന് അറിയാമോ? ഈ വെള്ളത്താൽ ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക, ഇത് വലിയ തർക്കം നടക്കുന്ന കാലമാണ്. പക്ഷെ ഇത് ദൈവരാജ്യത്തിന്റെ കണ്ണിലൂടെ പഠിച്ചാൽ ഈ രണ്ട് വാക്യം, വെള്ളത്താലുള്ള ജനനം അല്ലേ, സ്ഥാനപ്പെടുമ്പോൾ നമുക്ക് വെള്ളത്തെ ജനിക്കാന്ന് പറയാൻ പറ്റുമോ? വേദപുസ്തകം അങ്ങനെ ഉപദേശമില്ല നമുക്ക്. വീണ്ടും ജനിച്ചവൻ പാപത്തെ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് കർത്താവ് ചെയ്ത കാര്യങ്ങൾ വിശ്വസിക്കുമ്പോൾ അവൻ മരിച്ചതല്ലേ. പിന്നെ സ്നാനം, അടുത്ത സ്നാനമാ. ഈ സ്നാനം എന്ന് പറയുന്നത് അവനെ അടക്കുന്ന പരിപാടിയാ, വീണ്ടും ജനനത്തിലെ പരിപാടിയല്ല. എല്ലാവരും പറയുന്നത് ശരിയാ, എല്ലാ ഉപദേശം സത്യമാ, പക്ഷെ ലിങ്ക് ചെയ്യുന്ന മിസ്റ്റേക്കാ. കണക്ഷൻ ഉണ്ടല്ലോ തമ്മിൽ. എല്ലാവരും പറഞ്ഞ സത്യം തന്നെ, ആരും തെറ്റ് പറയുന്നില്ല, സത്യമാ. കാരണം പറയുന്നു ഇവിടെ പറയുന്നത് സ്നാനം വെള്ളത്തിലുള്ള സ്നാനമാണ് അല്ലെ, വെള്ളത്താലും ആത്മാവിലെന്ന് പറയുന്നത് വെള്ളത്താലുള്ള സ്നാനമാണ് നമ്മൾ വിശ്വസിക്കുന്നതെങ്കിൽ അവർക്ക് പറയാം, സ്നാനത്തിലൂടെ ഒരാൾ രക്ഷിക്കപ്പെടുന്നില്ല, രക്ഷിക്കപ്പെട്ടവനെ മുങ്ങുന്ന പരിപാടിയാ അല്ലേ, ബോഡി അടക്കുന്ന പരിപാടിയാ, മരിച്ച ബോഡി അടക്കുന്ന പരിപാടിയാ സ്നാനം. അപ്പോൾ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ഈ വെള്ളം എന്ന് പറയുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. 100% ആൾക്കാർ വിശ്വസിക്കുന്നത് ശരിയാ, ഞാനും അത് തന്നെ വിശ്വസിക്കുന്നത്. സ്നാനം രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതല്ല സ്നാനം. പക്ഷേ ലിങ്ക് ഉണ്ട്, ഒരു ലിങ്ക് കിടക്കുന്നത്. കാരണം രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ അവൻ തെളിയിച്ചേ മതിയാകും. രക്ഷിക്കപ്പെട്ടും സ്നാനപ്പെടുന്നില്ലെങ്കിൽ, കഴിഞ്ഞ ദിവസം സ്നാനത്തെക്കുറിച്ച് ക്ലാസ് കേട്ടതല്ലേ, ഫറവോൻ സൈന്യത്തെ പുറകെ വരികയാ. 3 ദിവസം വൈകി, അങ്ങേയറ്റം വൈകി, 3 ദിവസം വൈകി സ്ഥാനപ്പെട്ടത് ആരാ? പൗലോസാ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇത് ചേർത്ത് വെച്ചൊന്ന് കണക്ട് ചെയ്ത് പഠിക്കുവാൻ കഴിയാത്തതിൻ്റെ മിസ്റ്റേക്കാ. കാരണം വെള്ളത്താൽ ജനനമെന്ന് പറഞ്ഞാൽ
അത് ഓൾറെഡി അവൻ പാപം ഏറ്റുപറഞ്ഞ് അനുദപിച്ച് മാനസാന്തരപ്പെടുമ്പോൾ തന്നെ അവൻ വീണ്ടും ജനിച്ചു കഴിഞ്ഞു. പക്ഷേ ഇസ്രായേൽ മിസ്രൈമിൽ കട്ടിലപ്പടിയിൽ കുറുമ്പടിയിലും രക്തം പുരട്ടി രക്ഷിക്കപ്പെട്ട് പുറത്തേക്ക് വന്നാലും ആര് പറയുന്നുണ്ട്? ആ പാരമ്പര്യ ശാപങ്ങൾ, അങ്ങനെ പറയല്ലേ, ഫറവോൻ സൈന്യം അങ്ങനെ പാരമ്പര്യ ശാപങ്ങൾ, മാതാവിൻ്റെയും പിതാവിൻ്റെയും പാരമ്പര്യ ശാപങ്ങളൊക്കെ പുറകെ വരികയാണ്. രക്ഷിക്കപ്പെട്ട് ഞാൻ പറയാം, സ്നാനപ്പെടാതെ വർഷങ്ങൾ ഇരുന്ന് നോക്കിയേ, കുറെ കഴിയുമ്പോൾ അവനക്ക് അഡ്രസ്സ് പോലും ഉണ്ടാകത്തില്ല. പിന്നെ കൃപയാൽ കുറെ നാൾ പിടിച്ചു നോക്കും. പാപത്തെ ജയിക്കാൻ കഴിയുമോ? ദൈവരാജ്യത്തിന്റെ അനുഭവങ്ങൾ അനുഭവിക്കാൻ കഴിയുമോ? പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ കഴിയുമോ? ദൈവരാജ്യത്തിന്റെ മിനിസ്ട്രി ചെയ്യാൻ കഴിയുമോ? പറ്റില്ലത് അവന്. ഞാൻ പറഞ്ഞ മനസ്സാവുന്നുണ്ടോ? അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് വെള്ളത്താളുള്ള ജനം, ഇപ്പൊ വെള്ളത്താളുള്ള ജനം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിട്ട് വേർതിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ അവനിക്ക് വീണ്ടും ജനനം സംഭവം തരുമ്പോൾ തന്നെ ഈ സ്നാനവും കൂടി അതിൽ ഉൾപ്പെടുന്നു. ഞാൻ പറഞ്ഞ് വിശ്വസിക്കുന്നുണ്ടോ? സ്നാനപ്പെടാതെ ഇവരെങ്ങനെയാണ് പൂർണ്ണമാകുന്നത്? എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസം, കർത്താവേ എനിക്ക് വേണ്ടി നീ മരിച്ചിരിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോൾ എനിക്ക് എത്ര വേഗം എനിക്ക് അവനോട് ചേരണം. അവിടെയല്ലേ എൻ്റെ വീണ്ടും ജനത്തിലെ പൂർണ്ണത ഇരിക്കുന്നത്. ഞാൻ മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക്? എൻ്റെ വീണ്ടും ജനത്തിൽ രക്ഷിക്കപ്പെടുക, വീണ്ടും ജനത്തിൻ്റെ പൂർണ്ണത എവിടെ ഇരിക്കുന്നത്? ഞാൻ ഏറ്റുപറഞ്ഞ വിശ്വാസം പ്രവൃത്തി തെളിയിക്കണം. യാക്കോബ് പറഞ്ഞ പോലെ അല്ലേ, ആദ്യമായി വിശ്വസിച്ചത്, ആദ്യമായി പ്രവർത്തിക്കുന്നതിൻ്റെ പേരാണ് ഏത്? സ്നാനം. അല്ലാതെ സ്നാനപ്പെട്ടതുകൊണ്ട് രക്ഷ കിട്ടത്തില്ല. രക്ഷിക്കപ്പെട്ടവന്റെ പൂർണ്ണത എവിടെ അവസാനിക്കുന്നത്? സ്നാനക്കുളത്തില്ല. കാരണം അയ്യോ എൻ്റെ വീട്ടില, എൻ്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല, എൻ്റെ മക്കൾ അറിഞ്ഞിട്ടില്ല, അപ്പൻ അറിഞ്ഞിട്ടില്ല, ഭർത്താവ് അറിയുന്നില്ല, ഞാനിങ്ങനെ വന്നു പൊക്കോളെന്ന് പറഞ്ഞാൽ അതെന്ത് വിശ്വാസമാണത്? ഞാൻ പറഞ്ഞു, അതെന്ത് വിശ്വാസമാ? ഈ സീക്രട്ട് വിശ്വാസത്തിനെ പോലെ അതൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ വന്നാൽ ചാകേണ്ടി വന്നാലും അത് വിട്ട്. കാരണം നമുക്ക് ഈ രക്ഷ അതാണ്, നമ്മൾ ദൈവരാജ്യം അനുഭവിക്കാൻ തുടങ്ങി. വെറുതെ കാണുന്ന പരിപാടിയല്ല ഇത്. നിങ്ങൾ ഗ്രഹിക്കുന്നുണ്ടോ? ചുമ്മാ കണ്ടിരിക്കാൻ നമുക്ക് ദൈവരാജ്യം. സഭക്കകത്ത് വരുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും, ഇവിടെ പുറത്തേക്ക് ഇഷ്ടംപോലെ വേറെ മീറ്റിംഗ് ഇല്ല, അവിടെ ഇവിടെയൊക്കെ പോയി നമുക്ക് ഒരുപാട് ദിവസം അത്ഭുതം കാണാൻ പറ്റും. പക്ഷേ നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. അനുഭവിക്കണമെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യണം? കടക്കണം. അതിനെന്തൊക്കെ വേണം? ഒന്ന്, വെള്ളത്താൽ ജനിക്കണം. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. വെള്ളത്താൽ ജനം എന്ന് പറഞ്ഞാൽ അത് മറ്റൊന്നുമല്ല. എന്താണ്? അതില് മാനസാന്തരമുണ്ട്, അനുതാപമുണ്ട്, മാനസാന്തരമുണ്ട്, വിശ്വാസമുണ്ട്. അതിൻ്റെ ഒടുക്കം വരുന്നതാ. അതിൻ്റെ പുറമെയുള്ള പ്രകടനമാണ്, വിശ്വാസത്തിലെ പ്രവൃത്തിയാണ് സ്നാനം. അതും കൂടി ചേരാതെ രക്ഷിക്കപ്പെടാൻ പറ്റുമോ സഹോദരങ്ങളെ? എൻ്റെ ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത്, ഇന്ന് സ്നാനത്തെ അനേക ആൾക്കാരും ഏതോ കുറവായിട്ട് കാണുന്നു. ഞാൻ ഒരു 3-4 ബുക്ക് തന്നെ വായിച്ചു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്നാനത്തെക്കുറിച്ച് മാത്രം. യുദ്ധകാട്ടിലെ പുസ്തകം സ്നാനത്തെക്കുറിച്ച് അദ്ദേഹം സങ്കടം കൊണ്ട് എഴുതി വെച്ചിരിക്കുക. ഇതെന്താ? ഇന്ന് സ്നാനം എന്ന് പറഞ്ഞാൽ സ്നാനം ഒരു വലിയ മാർഗമല്ല. പക്ഷേ സ്നാനം വിശ്വാസത്തിൽ ആ സ്നാനം എടുക്കുമ്പോഴാണ് ഞാൻ ഏറ്റുപറഞ്ഞ വിശ്വാസം രക്ഷപൂർണ്ണമാകുന്നത്. അതെന്തേ മനസ്സിലാകുന്നത്? അവരവരെ ആ ഉപദേശം പിടിച്ചു വെക്കാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ. ഞാൻ ഗ്രഹിച്ചു നിങ്ങൾ? അപ്പോൾ ഈ അനുതാപം മുതൽ, മാനസാന്തരം മുതൽ, എൻ്റെ വിശ്വാസത്തിൽ ഏറ്റുപറച്ചൽ മുതൽ അവസാനം വെള്ളത്തിൽ പൊങ്ങുന്നത് വരെ എൻ്റെ രക്ഷ അവിടെ കിടക്കുകയാണ്. ഗ്രഹിച്ചോ നിങ്ങൾ? മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വന്നാലും ആര് പുറകെയുണ്ട്? പാരമ്പര്യ ശാപം പുറകെയുണ്ട്. എപ്പോൾ വേണമെങ്കിൽ നമ്മളെ തകർത്തുകൊണ്ട് പോകാം. ഹല്ലേലൂയ. അതിന് പഠിക്കേണ്ട വലിയ ബൈബിൾ മൊത്തം പഠിച്ചിട്ടൊന്നും സഹായപ്പെട്ട ആവശ്യമില്ല. വിശ്വാസമുണ്ടോ? പരിപാടി നടത്തിക്കോ നീ. എന്നിട്ട് മരുഭൂമിയിലേക്ക് ഇറങ്ങുക അങ്ങോട്ട്, അല്ലേ? പിന്നെ നീ അടുത്ത വാക്യം എന്താ പറയുന്നത്? ഒന്നാമത് ഇവിടെ പറയുന്നു, ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ചെങ്കടലിൽ കൊണ്ടുവന്നു, അപ്പുറത്ത് കടത്തി. ഇത് സ്നാനത്തിന് മുൻകുറി. ഇത് തന്നെ നമ്മൾ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഊലൈഫ് എന്ന് പറയുന്ന ഒരു ലോക്കൽ ചർച്ചിന്റെ അംഗമായി തീർന്നു. ലോക്കൽ ചർച്ചിന്റെ, ഞാൻ സഭയെക്കുറിച്ച് ക്ലാസ് അല്ല, എന്നാലും ഞാൻ നീണ്ടുപോകുന്നു, എനിക്കറിയാം. ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു പ്രാദേശികമായ സഭയുടെ അംഗമായി. എന്നാൽ വേറൊരു അദൃശ്യമായ മാർമികമായ സഭയോട് പൗലോസൊക്കെ പഠിപ്പിക്കുന്ന മാർമികമായ സഭ. ഇന്ന് നല്ലൊരു ശതമാനം സഭകൾ വിശ്വസിക്കുന്നത് കർത്താവ് വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന, നിങ്ങൾ പഠിച്ചു കാണുന്ന ഞാൻ പറഞ്ഞതൊക്കെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം. എങ്ങനെയാ? ഒരു ജയാളികൾ മാത്രമേ പോകത്തുള്ളൂ. ഒരു ജയജീവികം, ഒരു മണവാട്ടി, ഒരു ചെറിയ ശേഷിപ്പ്. ഞാൻ പിന്നീട് പഠിക്കും, നോഹയുടെ കാലത്തെക്കുറിച്ച് കർത്താവ് അനുവദിച്ചാൽ പഠിച്ചാൽ വളരെ ചെറിയ ശേഷിപ്പ് മാത്രമേ പോകത്തുള്ളൂ. ബാക്കിയൊക്കെ ഇവിടെ തന്നെ ഉണ്ടാകും. സഭ എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ടാകും ഭൂമിയിൽ. കർത്താവ് വന്ന് പോയാലും ഇവിടെ കിടക്കും സഭ.
അത് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇത് പറയണത്. ഈ അവർക്ക് കർത്താവ് വരുമ്പോൾ ഞങ്ങൾ പോകുന്നുള്ള ഒരു മൂഢവിശ്വാസമാണ്. ഞാൻ പറഞ്ഞ് ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ആ മാർമികമായ അദൃശ്യമായ സഭ, ആഗോളമായ സഭ, അതിലൊരു അംഗത്വം വേണം. എങ്ങനെ അംഗത്വം കിട്ടുന്ന അറിയാമോ? കുറച്ച് ലേഖനത്തിൽ വാക്കില്ലേ, 12-ാം അധ്യായത്തിൽ വാക്കില്ലേ, ആത്മാവിനാൽ സ്ഥാനപ്പെട്ട് നീ സഭയോട് ചേർത്തു എന്ന വാക്ക്. ഞാൻ സമയത്തോടെ സഭയെക്കുറിച്ച് പഠിക്കും. ആത്മാവിനാൽ സ്ഥാനപ്പെട്ട് സഭയോട് ചേരുകയാണ് നമ്മൾ. അത് ഏത് സഭയാ? അത് ലോക്കൽ ചർച്ച് അല്ല, ന്യൂ ലൈഫ് അല്ല, അത് IPC ചർച്ചക്കൂടെ ഏജ് ഒന്നുമല്ല. പിന്നെ എന്താ അത്? മാർമീയമായ സഭ, അദൃശ്യമായ സഭ, ജയാളികളായിരിക്കുന്ന സഭ. അവിടെയാണ് നമുക്ക് യഥാർത്ഥമായ, അതാണ് ഈ വാക്യം പറയുന്നത്. ആ വാക്യം, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ല എങ്കിൽ, ആത്മാവിനാൽ വീണ്ടും ജനിച്ചില്ല എങ്കിൽ. അങ്ങനെയാണ് ഇസ്രാ മക്കൾ ആത്മാവിൽ വീണ്ടും ജനിച്ചോ? ഇസ്രാ മക്കൾ വെള്ളത്തിൽ ജനിച്ചോ? ഞാൻ പറഞ്ഞത് വെള്ളത്തിൽ ജനിച്ചെന്ന് കൺഫ്യൂഷൻ വരരുത്. വെള്ളം നമ്മുടെ വിശ്വാസത്തിൽ ഒടുക്കം മാത്രമാ. രക്ഷയിരിക്കുന്നത് വിശ്വാസത്തിലാണ്, നമുക്കറിയാം. ഏറ്റുപറച്ചില്ല, നമുക്കറിയാം. അതിന്റെ ഒടുക്കം വെള്ളത്തിലാണ്. ഞാൻ ഈ വാക്യം ചേർത്ത് വെച്ച് പറഞ്ഞത് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ ഇസ്രാ മക്കൾ ഒന്നാമത് വെള്ളത്തിൽ സ്നാനപ്പെട്ട് അപ്പുറം കടന്നു. അവർ ആത്മാവിൽ സ്നാനപ്പെട്ടോ? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന എപ്പോഴാ വന്ന്? മാളിക മുറിയിൽ 1990 സംതിങ് വർഷങ്ങൾക്ക് മുമ്പാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. എൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിക്കുന്നു. സമയം കഴിഞ്ഞു, പാട്ടുകാരൊക്കെ ഇറങ്ങിക്കോട്ടോ. നോക്കി, ഇസ്രാ മക്കൾ ആത്മാവിൽ സ്നാനപ്പെട്ടോ? പറ. എവിടെ എഴുതി വെച്ചിട്ട് വേണ്ട, ഞാൻ പറഞ്ഞു പോക്കോളാം, കുഴപ്പമില്ല. സ്നാനപ്പെട്ടോ അവര്? ഇല്ലേ, സ്നാനപ്പെട്ടു അവര്. ഈ വാക്യം ഞാൻ എഴുതിയിരുന്നോ? എവിടെ എഴുതിയിട്ടില്ല. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 1 മുതൽ 5 വരെ. ചില വാക്യങ്ങളൊക്കെ എഴുതാൻ വിട്ടുപോയി, ഓർമ്മ ഞാൻ പറഞ്ഞോളാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 6-ാം വാക്യം പറഞ്ഞ് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചിരിക്കുന്നു. വാക്യം 5-ാം വാക്യം വരെ ഒന്ന് വായിച്ചേ. നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും വെള്ളത്തിലും, അല്ലെ സമുദ്രത്തിലും, വെള്ളത്തിലും ആത്മാവിലും. അവിടെ ആത്മാവെന്ന വാക്കല്ല, അവിടെ വേറെ വാക്ക് കൊടുത്തിരിക്കുന്ന മേഘം. വാക്യം നോക്കി, അവർ വെള്ളത്തിലും മേഘത്തിലും സ്നാനപ്പെട്ട് മോശയോട് ചേർന്ന്. മോശ ആർക്ക് നിഴലില്ല? മോശ യേശുവിന് നിഴലല്ലേ? അപ്പോൾ അവിടെ പറയുക, നമ്മുടെ പിതാക്കന്മാർ ഇസ്രാ മക്കൾ ചെങ്കടലിൽ സ്നാനപ്പെട്ടു. പിന്നെ അവരെവിടെയായിരുന്നു? മേഘത്തിന് കീഴിലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇത് വളരെ കൺഫ്യൂഷൻ, ലോകത്തിൽ ദൈവദാസന്മാരുടെ വലിയ കൺഫ്യൂഷനുള്ള വിഷയമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഇസ്രാ മക്കൾ ചെങ്കടലിൽ കൂടി കടത്തി ചെങ്കടലിൽ സ്നാനപ്പെട്ടു, മോശയോട് ചേർന്നു. അടുത്തത്, മേഘത്തിന് കീഴിൽ സ്നാനപ്പെട്ട ആരോട് ചേർന്നു? മോശയോട് ചേർന്ന്. അപ്പോൾ നമ്മളും വെള്ളത്താൽ സ്നാനപ്പെട്ട ആൾക്കാരാ, ഇവിടെ എല്ലാവരും സ്നാനപ്പെട്ട ആൾക്കാരാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മരുഭൂമിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ വേറൊരു സാധനം നമുക്കുണ്ട്. എന്താ അത്? വാഗ്ദത്തം നൽകിയ പരിശുദ്ധാത്മാവെന്ന ആദ്യദാനം, അല്ലെങ്കിൽ ആത്മസ്നാനം, അല്ലേ? ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ആത്മാവിലുള്ള സ്നാനം. അത് പ്രാപിക്കാത്ത അനേക വിശ്വാസികൾ സഭയിൽ ഇരിക്കുന്നുണ്ട്. കാരണം ഇത് എവിടെ വെച്ചാണ് കിട്ടുന്നത്? മിസ്രൈമിലല്ല കിട്ടിയത്, ഓട്ടത്തിനിടയിലല്ല കിട്ടിയത്, ചെങ്കടലിലോ അല്ല കിട്ടിയത്. ചെങ്കടലിൽ സ്നാനപ്പെട്ട് വേറെ കാര്യമാണ്. പിന്നെ എവിടെയാ അവർക്ക് അത് മേഘത്തിന് കീഴിൽ അവർ സ്നാനപ്പെട്ടത്? മരുഭൂമിയിലാ. എൻ്റെ കൂടെ ഉണ്ട്, എല്ലാവർക്കും ഗ്രഹിക്കാൻ പറ്റുന്നുള്ളൂ നമുക്കത്. മരുഭൂമി വെള്ള സമുദ്രത്തിലും മേഘത്തിലും സ്നാനപ്പെട്ട് അവരെവിടെ ചേർന്നു? മോശയോട് ചേർന്ന പോലെ നമുക്കും അത് തന്നെയാ. ഇത് വാക്യം അതാ. രണ്ടാമത്തെ സ്നാനമുണ്ട്. ഏത് സ്നാനമാണെന്നറിയാമോ? ബാപ്റ്റിസം ഇൻ ഹോളി സ്പിരിറ്റ്, ആത്മാവിലുള്ള സ്നാനം. അത് വിശ്വാസത്താൽ യോവേൽ പ്രവാചകൻ, അല്ലേ, എല്ലാവരും നമുക്ക് എഴുതി വെച്ചിരിക്കുന്ന ആ വിലയേറിയ അതിമഹത്തായ ആ സ്നാനം പ്രാപിച്ചോളാം. നമ്മൾ പ്രാപിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഓരോ ആവശ്യമായിരിക്കും, ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് വിശ്വാസത്തിലാണ് പ്രാപിക്കേണ്ടത്, അല്ലേ? നമുക്കറിയാം. അതിനെക്കുറിച്ച് ക്ലാസ് വരും എടുക്കാം. നോക്കി എന്നിട്ട് പറയാ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. കടന്നാലല്ലേ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. ഇന്ന് അനേക വിശ്വാസികളും അനുഭവിക്കാൻ കഴിയാതെ പിറുപിറുപ്പും, അല്ലേ, ഏതെല്ലാം എവിടെയൊക്കെ അവിടെയൊക്കെ ഓടി നടക്കുന്നതാണെന്നറിയാമോ? അവർക്ക് ഈ പറഞ്ഞ കാര്യം സംഭവിച്ചിട്ടില്ല. ഇനി സംഭവിച്ചാലും അതിന്റെ ഉപയോഗം എന്താണെന്ന് പോലും അറിയാതെ
അവർ പക്ഷെ ജീവിക്കുന്നവരാകും. എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകുന്നതിൻ്റെ സമയം കഴിഞ്ഞുകൊണ്ട് വിട്ടുപോകുകയാണ്. നോക്കിയേ, 2 കാര്യങ്ങൾ നമ്മൾ പിന്നീട് പഠിക്കുക, അടുത്താഴ്ച പഠിക്കും നമ്മൾ. ഒന്ന്, ദൈവരാജ്യം എനിക്ക് കാണാൻ കഴിയും. കണ്ടതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഇത് വേറൊരു ജീവിതമാണിത്. 2, വെള്ളത്താലും ആത്മാവിനാലും സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയും. കടക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിച്ചറിയാൻ കഴിയും. നമുക്കിത് കറിയെടുത്ത് കഴിച്ച് അനുഭവിക്കുന്നത് പോലെ അനുഭവിക്കും. ഇല്ലെങ്കിൽ കറി അവിടെ ഇരിക്കും, കറി അവിടെ തന്നെ ഇരിക്കും. നമുക്കറിയാം, കർത്താവിൽ വന്നാൽ എല്ലാം കിട്ടും, കർത്താവ് അനുഗ്രഹിക്കും, രോഗസൗഖ്യം കിട്ടും, ഒക്കെ അറിയും, ശരിയാ. പക്ഷെ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾ എന്നോടുണ്ടോ? എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. അനുഭവിക്കണം എന്താണെന്നറിയാമോ? ആത്മസ്നാനത്താൽ നമുക്കത് ലഭിക്കുക എന്ന കാര്യം മറന്നു പോകരുത്. സന്തോഷമാണ്. നിങ്ങൾക്ക് നിർത്തിക്കോട്ടെ. അപ്പം അതുകൊണ്ട് അടുത്ത വരും ദിവസം പഠിക്കും. ദൈവരാജ്യം കാണാൻ കഴിയും, ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയും. ഇപ്പോൾ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹർ നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ, പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോടു ചേരുവാൻ. നാളുകൾ ഞാൻ എണ്ണി ജീവിച്ചിടുന്നേ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും നിന്നു രാപ്പകൽ, പ്രിയനോടുള്ള അനുരാഗം. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. ലോകസുഖ സൗകര്യങ്ങളാകും പ്രതാപങ്ങൾ ഓടിയോടു കൂടെ എന്നെ മാടി വിളിച്ച. ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മൂടിയോടു കൂടെ എന്നെ മാടി വിളിച്ച. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. വെള്ളത്തിൻ കുമിള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിക സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാർ വരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. സർവാംഗ സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരൻ തന്നെ എന്നെ വീണ്ടെടുത്തവൻ, സർവസുഖ സൗകര്യങ്ങൾ അർപ്പിക്കുന്നേ ഞാൻ. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരാം ചാരന്മാരെ വാരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. എൻ പ്രിയനെ പോൽ സുന്ദരനായ ആരെയും ഞാൻ ഉലകിൽ
കാണുന്നില്ല മേലാലും ഞാൻ കാണുകയില്ല. സുന്ദരനാം മനോഹര നിന്നെ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ചാരന്മാരെ വലിക്കും വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രേതി മാണിക്യം വെടിയുകില്ല ഞാൻ. നമുക്ക് തലവണക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗത്തിൽ നല്ല പിതാവേ, ആ ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവദാസനിലൂടെ ഞങ്ങളോട് സംസാരിച്ച കൃപക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, ദൈവരാജ്യത്തിലേക്ക് കടപ്പാനും ഞങ്ങൾക്ക് തന്ന കൃപക്ക് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവ്, ദൈവരാജ്യത്തെ വിശ്വാസത്തിൽ പ്രാപിപ്പാനുള്ള കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിശ്വാസത്തിൽ ഈ വർഷം വിശ്വാസം നിറഞ്ഞവരായി തീർന്നുകൊണ്ട് വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോട് പരിജ്ഞാനവും, പരിജ്ഞാനം ഇന്ദ്രജയവും, ഇന്ദ്രജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് സഹോദരപ്രീതിയും, സഹോദര സ്നേഹവും കൂട്ടിക്കൊണ്ട് കർത്താവേ, ആ വിശ്വാസത്തിൽ വളർന്നു വരുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ ഫലമുള്ളവരായിരിക്കാൻ, നീതിയുള്ളവരായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അങ്ങനെ കർത്താവിന്റെ വരവിൽ കർത്താവേ, ആ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. കൃപ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പാ. പ്രാർത്ഥന കൃപക്കാൻ നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ആശീർവാദങ്ങൾ വണക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തു കൃപയും വൈകുന്നേരത്തെ പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും എന്നും എന്നേക്കും കർത്താവ് വരവരെ നമ്മളെല്ലാം ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു ജയദിന ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, വേഗം വരണമേ. ആമേൻ.